ഓക്കെ, അപ്പോൾ നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. HSMASൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്ലാസ്സുണ്ട്. അതുപോലെ ഈ ടോപ്പിക്ക് തന്നെയാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലും വരുന്നത്. ഓക്കെ, രണ്ടിലും ടോപ്പിക്കൊക്കെ സെയിം തന്നെയാണ്. അതിൽ മാത്സും സ്റ്റാറ്റിയും പഠിക്കണം. ഇവിടെയും നമുക്ക് HSMASൻ്റെ ക്ലാസ്സിൽ നമുക്ക് സ്റ്റാറ്റിയും മാത്സും പഠിക്കണം. മനസ്സിലായോ? അപ്പോൾ രണ്ടും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ രണ്ടിലുമുള്ള ടോപ്പിക്കാണ് ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും അറിയാലോ, നമ്മുടെ മാർക്സ് HSMASൽ നോക്കുകയാണെങ്കിൽ 40 മാർക്കാണ് മാത്സിൽ നിന്നും കഴിഞ്ഞ വർഷം ചോദിച്ചത്. 40 മാർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് പരീക്ഷയാണെങ്കിൽ ഇപ്പോൾ അറിയാം, ഇപ്പോൾ 5 ഡിവിഷനായിട്ടാണ് മാറ്റിയത്. 20 മാർക്ക് മാത്സ്, 20 മാർക്ക് സ്റ്റാറ്റി, 20 മാർക്ക് GK, 20 മാർക്ക് എക്കണോമിക്സ്, 20 കൊമേഴ്സ്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൽ മാത്സുകാർക്ക് സ്കോർ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ടാവും. മിക്കവരും മാത്സ് കഴിഞ്ഞവരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. എക്കണോമിക്സുകാരുണ്ട്, ഇല്ലയെന്നല്ല, എങ്കിലും കൂടുതൽ പേരും സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ മാത്സ് കഴിഞ്ഞവരായിരിക്കും. കാരണമുള്ള ഇതറിയാലോ, അതായത് ഈ മാത്സുകാർക്ക് അത്ര വലിയ കട്ട് ഓഫ് എന്നല്ല വന്നേക്കണേ. ഞാനും ലിസ്റ്റിലുണ്ട്, ഞാൻ മലപ്പുറം ലിസ്റ്റിലാണ്. എനിക്ക് 28 മാർക്ക് സപ്ലി ലിസ്റ്റിലാണ്. പക്ഷേ ആ 28 മാർക്ക് ട്രിവാൻഡ്രത്തായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ജോലി കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ വെക്കുന്ന ജില്ല ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും കുറേ പേരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞോ? എല്ലാവരും അപ്ലൈ ചെയ്ത് കിട്ടുന്നുണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നോക്കാം, എവിടെ അപ്ലൈ ചെയ്താലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി അങ്ങോട്ട് വേക്കൻസികളൊക്കെ വരുന്നത് കുറവാണ്. എവിടെ നമ്മൾ അപ്ലൈ ചെയ്താലും നന്നായിട്ട് പഠിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, എങ്ങനെയായാലും കുറച്ച് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഇന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ആ 3 യൂണിറ്റാണ്, 3 മോഡ്യൂളാണ് നമ്മുടെ HSMASനുള്ളത്. അതിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്ന പ്രോബബിലിറ്റി എന്ന് പറയുന്ന സെക്ഷൻ മുതലാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ HSMAS പഠിക്കുമ്പോൾ അതിൽ വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മലയാളത്തിൽ പഠിക്കണം എന്നാണ്. ഓക്കെ, എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ 2 വർഷത്തെ HSI റാങ്ക് ലിസ്റ്റിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ള അനുഭവം കൊണ്ട് പറയുകയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന വാക്കുകളൊക്കെയാണ്. എങ്കിലും ചിലപ്പോൾ 2009 HSI ഞാൻ നോക്കിയപ്പോൾ 2009 ചില വാക്കുകളൊക്കെ ഭയങ്കര കഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, 2016 എക്സാം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ എക്സാം വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, വാക്കുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ 2009 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ചില വാക്കുകൾ ഭയങ്കര കടിച്ച പൊട്ടാത്ത വാക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മലയാളം കൂടി നമ്മൾ നോക്കുക. മലയാളം നോക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു, ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ +1 +2ൻ്റെ കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികളുടെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബുക്സ് ഉണ്ട്. അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കണതായാലും നല്ലതായിരിക്കും. ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്നും ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോബബിലിറ്റി, അതിൻ്റെ മലയാളം വാക്ക് സംഭാവ്യത എന്ന് പറയും. സംഭാവ്യത, എന്തെങ്കിലും നടക്കാനുള്ള സാധ്യത എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് പ്രോബബിലിറ്റി? നമുക്ക് തുടങ്ങാമല്ലേ? കുഴപ്പമില്ലല്ലോ, ഐശ്വര്യമായിട്ട് തുടങ്ങാം അല്ലേ? കുറച്ച് പേരുള്ളൂ, എങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും വീഡിയോ കുറേ പേര് ഗൾഫിലുള്ളവരാണ്, വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേണ്ടി റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. എന്താണ് സംഭാവ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്? എന്തായിരിക്കും? നമ്മളെല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന വാക്ക് എന്തായിരിക്കും? പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് തിയറി ഉണ്ട്, ചുമ്മാ ഫോർമുലാസ് പറഞ്ഞു പോയാൽ മതി. പക്ഷേ അങ്ങനെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ തിയറിയിൽ നിന്ന്, ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഒരു സെൻട്രൽ ഗവൺമെൻറ് SSC എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻസിൽ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ ഈ തിയറിയിലെ ഓരോ ഈവൻറ്റ്സ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്, അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4 ഓപ്ഷൻ തരും. ഈ 4 ഓപ്ഷനിൽ ഏതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്? Aയും Bയും ശരിയാണ്. അതായത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ നമ്മുടെ പുതിയ പാറ്റേണിൽ, അങ്ങനെ വേണമെങ്കിൽ തിയറി ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് തിയറി എന്ന് പറഞ്ഞു പോവാണ്. അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി ഫസ്റ്റ് മോഡ്യൂൾ നോക്കുകയാണ്. എന്താണ് പ്രോബബിലിറ്റി? അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പറയും, വാട്ട് ഈസ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് പറയും? സംഭാവ്യത എന്ന് പറഞ്ഞാൽ എന്തായാലും നടക്കാനുള്ള ചാൻസ് എന്ന് പറയാം. അപ്പോൾ വെറും ചാൻസ് അല്ല, ആ ചാൻസിനെ നമ്പറായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്?
പ്രോബബിലിറ്റി. മനസ്സിലായോ? പ്രോബബിലിറ്റി ഈസ് ദി ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് അൺസെർട്ടനിറ്റി എന്ന് വിളിക്കുക അല്ലേ. അതായത് ഒരു അനിശ്ചിതാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടോ, അപ്പോൾ നമ്മുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും അല്ലേ, 50% ചാൻസ് ഉണ്ട്, ഇടിമിന്നലിൻ്റെ സിമ്പിളൊക്കെ കാണിക്കും. അതിനർത്ഥം 50% എന്ന് കാണിക്കുന്നു, 50% ചാൻസ് ഉണ്ടെന്ന് കാണിക്കുന്നു. അറിയാലോ, എല്ലാവരും മാത്സ് കഴിഞ്ഞവരാണ്, അല്ലാണ്ട് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ലെന്ന് അറിയാം. അപ്പോൾ 50% എന്ന് പറഞ്ഞാൽ അപ്പോൾ 0.50 അല്ല 5 എന്ന് പറയാം. അതായത് 50/100, അപ്പോൾ 0.5 ചാൻസ് ആണ്. അപ്പോൾ നമ്പറാക്കി കൺവേർട്ട് ചെയ്തു അല്ലേ. അങ്ങനെ നമ്മുടെ സാധ്യതനെ, ചാൻസിനെ നമ്പറായി കൺവേർട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രോബബിലിറ്റി. അത് എല്ലായ്പ്പോഴും 0യുടെയും 1ൻ്റെയും ഇടയിലേ വരുള്ളൂ അല്ലേ. പ്രോബബിലിറ്റി ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ 0 and 1. അപ്പോൾ നമ്മുടെ +1 ബുക്കിലെ ഡെഫിനിഷൻ പ്രകാരം എന്താണ്, മലയാളത്തിലാണ് പറയുന്നത്, സംഭാവ്യതയുടെ വാല്യൂ എപ്പോഴും 0യുടെയും 1ൻ്റെയും ഇടയിലായിരിക്കുള്ളൂ. അതായത് ഒരിക്കലും ഒരു കാര്യം നടക്കില്ലെങ്കിൽ ആ ഈവൻറ്റിനെ, ആ ഒരു കാര്യത്തിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അത് ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്, നമ്മുടെ +1 ബോർഡ് എക്സാമിന് ചോദിക്കാറുണ്ട്, ദ പ്രോബബിലിറ്റി ഓഫ് ഇമ്പോസിബിൾ ഈവൻറ്റ്, ഒരിക്കലും നടക്കാത്ത ഈവൻറ്റ് എത്രയാണ്? 0 ആണ്. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ഷുവർ ഈവൻറ്റ്, ഉറപ്പായിട്ട് നടക്കുമെങ്കിൽ എന്തായിരിക്കും? അത് 1 ആണ്. അപ്പോൾ പ്രോബബിലിറ്റിയുടെ വാല്യൂ ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ 0 and 1. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഈ ഒരു വാക്കുകളൊക്കെ നമ്മൾ നോക്കി വെച്ചോളേ. കഴിഞ്ഞ HSAയിൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് ലൈസ് ബിറ്റ്വീൻ എവിടെയെന്ന് ചോദിച്ചുകൂടാ. അതുകൊണ്ട് ഓർമ്മയുണ്ടോ? എല്ലാവർക്കും അറിയോ കോറിലേഷൻ കോഎഫിഷ്യന്റ് എത്രയായിരിക്കും? കോറിലേഷൻ്റെ കോഎഫിഷ്യന്റ് ലൈസ് ബിറ്റ്വീൻ നമ്മൾ പഠിക്കുന്നില്ലേ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ? ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? എന്തായിരിക്കും? ആർക്കും അറിയില്ല. കോറിലേഷൻ്റെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ -1 and +1 എന്ന് പഠിക്കുന്നില്ലേ? കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, പോസിറ്റീവ് കോറിലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഈ ഒരു വാക്കുകളൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഇമ്പോസിബിൾ ഈവൻറ്റ് ഈസ് 0 ആൻഡ് ഷുവർ ഈവൻറ്റ് ഈസ് 1. ക്ലിയർ അല്ലേ? പ്രോബബിലിറ്റി, അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാൻസിനെ നമ്പറാക്കി പറയുന്നതാണ്. പ്രോബബിലിറ്റി ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ 0 and 1. മനസ്സിലായല്ലോ? അപ്പോൾ 0 വരികയാണെങ്കിൽ അതിനെ ഇമ്പോസിബിൾ ഈവൻറ്റ്, അതായത് ഒരിക്കലും ഉറപ്പില്ല, ഒരിക്കലും നടക്കില്ല എന്നുള്ള കാര്യത്തിന് പ്രോബബിലിറ്റി 0 ആയിരിക്കും. പ്രോബബിലിറ്റി ഓഫ് ഷുവർ ഈവൻറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഒരിക്കലും പ്രോബബിലിറ്റി നെഗറ്റീവ് ആകില്ല. മാക്സിമം 0 മുതൽ 1 വരെ വരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. നോട്ട് എഴുതുന്നവർക്ക് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഞാനിതിൻ്റെ ഇത് അയച്ചുതരാം, PDF അയച്ചുതരാം കേട്ടോ. ഓക്കെ. സോ നമ്മൾ പ്രോബബിലിറ്റി എല്ലാം പഠിച്ചു തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യമാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. ശ്രദ്ധിച്ചോളേ, HSA നോക്കുന്നവർ അതിൻ്റെ മലയാളം വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ മലയാളം വാക്ക് കൂടി നമ്മൾ നോട്ട് ചെയ്ത് പോണേ. റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ അനിയത ഫല പരീക്ഷണം എന്നാണ് പറയുന്നത് റാൻഡം എക്സ്പെരിമെൻ്റ്. ആ വാക്കുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളണേ. അപ്പോൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പറയുന്ന കേസാണ്. പ്രോബബിലിറ്റി ആര് പഠിപ്പിക്കാൻ തുടങ്ങിയാലും ആദ്യം നമ്മൾ പറയുന്നത് എന്തായിരിക്കും? ടോസിങ് എ കോയിൻ അല്ലേ? എല്ലാവരും പറയുന്ന പേരാണ് ടോസിങ് എ കോയിൻ. ഒരു കോയിൻ ടോസ് ചെയ്തു. അപ്പോൾ എന്താ കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡും ടെയിലും കിട്ടും അല്ലേ? അതിൻ്റെ ആൻസർ നമുക്കറിയാമായിരിക്കും. ഹെഡാണെന്നും ടെയിലാണെന്നും നമുക്കറിയാം. ബട്ട് ഏതാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, നമുക്ക് ആൻസർ അറിയാമായിരിക്കും, പക്ഷെ ഒരിക്കലും ആൻസർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റിനെ പറയുന്ന പേരാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. മനസ്സിലായല്ലോ? അതായത് ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് ഉണ്ടായിരിക്കണം. ഔട്ട്കംസിൻ്റെ മലയാളം വാക്ക് ഫലങ്ങൾ എന്നാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഫലങ്ങൾ ഉണ്ടായിരിക്കണം. ദെൻ ഫലം മുൻകൂട്ടി പ്രവചിക്കുവാൻ സാധിക്കുകയില്ല. അതായത് വി കനോട്ട് പ്രെഡിക്റ്റ് ദ ഔട്ട്കംസ്, എന്താണ്, വി കനോട്ട് പ്രെഡിക്റ്റ് ദ ഔട്ട്കംസ് ഏർലി. അതായത് നമുക്ക് ഒരിക്കലും ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇതായിരിക്കും എന്നൊരിക്കലും ഉറപ്പിക്കാൻ പറ്റില്ല. ദെൻ സമാന സാഹചര്യത്തിൽ ഈ പരീക്ഷണം എത്ര വേണമെങ്കിലും ആവർത്തിക്കാം. അതായത് ദ എക്സ്പെരിമെൻറ്റ് ക്യാൻ ബി റിപ്പീറ്റഡ്
എനി നമ്പർ ഓഫ് ടൈംസ് അണ്ടർ ഐഡൻറ്റിറ്റിക്കൽ കണ്ടീഷൻ. നമുക്ക് ആ ഒരു കണ്ടീഷനിൽ എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കോയിൻ തന്നെ നമുക്ക് 100 പ്രാവശ്യം ടോസ് ചെയ്യാം, 1000 പ്രാവശ്യം ടോസ് ചെയ്യാം, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റിനെ പറയുന്ന പേരാണെന്ത്, റാൻഡം എക്സ്പെരിമെൻറ്റ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? അടുത്തത് ഈ ഓരോ വാക്കുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താണ്. നമ്മൾ ചെയ്യുന്ന ഓരോ എക്സ്പെരിമെൻറ്റിന് ഓരോ ട്രയൽസ് എന്നാണ് പറയുക. ഒരു പ്രാവശ്യം ടോസ് ചെയ്തു, ഒരു കോയിൻ ടോസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു കാർഡ് എടുക്കുന്നു, ചീട്ടിൻ്റെ പ്രോബ്ലത്തിൽ കാർഡ്സ് എടുക്കുന്നു, അല്ലെങ്കിൽ ഡൈസ് ത്രോ ചെയ്യുന്നു. ഇതിനൊക്കെ നമ്മൾ ട്രയൽ എന്നാണ് പറയുന്നത്. അതിൻ്റെ പേര് മലയാളം വാക്കുകൾ നോക്കിക്കൊള്ളേ. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു ഉദ്യമത്തിലേ എന്നൊക്കെ ആയിരിക്കും പറയുക കേട്ടോ. അതായത് ഒരു എന്താ പറയുക, കോയിന് നമ്മൾ പറയുന്നത് ചെറിയൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു മിനിറ്റ്, ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. രാജു 3 നാണയങ്ങൾ ഒരേ സമയത്ത് എന്ത് ചെയ്യുന്നു, ടോസ് ചെയ്യുന്നു എങ്കിൽ ആ ഉദ്യമത്തിലെ തല വരാനുള്ള, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് കറക്റ്റ് മലയാളീകരിച്ചിട്ട് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചില വാക്കുകളൊന്നും പരിചയപ്പെടുത്തുകയാണ്. ഉദ്യമം എന്ന് പറഞ്ഞാൽ ഒരു ട്രയൽ എന്നാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ? ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് ആവശ്യമുള്ള വാക്കുകൾ പറഞ്ഞിട്ട് പ്രോബ്ലത്തേക്ക് പോകാം. കുഴപ്പമില്ലല്ലോ? അങ്ങനെ ചെയ്താൽ മതിയില്ലേ? നേരെ പ്രോബ്ലം ചെയ്യിപ്പിക്കണ്ടല്ലോ. ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് കേട്ടോ. ഓക്കെ, ദെൻ ഔട്ട്കംസ്. നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ എക്സ്പെരിമെൻ്റ് നടത്തിയാൽ, റാൻഡം എക്സ്പെരിമെൻ്റ് നടത്തിയാൽ കിട്ടുന്ന ആ ഓരോ ആൻസേഴ്സിനെയും നമ്മൾ പറയുന്ന പേരാണ് ഔട്ട്കം എന്ന്, അല്ലെങ്കിൽ ഫലം എന്ന് പറയുന്നു കേട്ടോ. അതായത് എനി റാൻഡം എക്സ്പെരിമെൻ്റ്, ഏതൊരു റാൻഡം എക്സ്പെരിമെൻ്റ് എടുത്താലും അതിൽ കിട്ടുന്ന ഔട്ട്കമ്മിനെ പറയുന്ന പേരാണ് ഫലങ്ങൾ എന്ന് വിളിക്കുന്നു. ഓക്കെ അല്ലേ? ദെൻ എല്ലാ ഔട്ട്കംസും കൂടിച്ചേരുമ്പോൾ അതിനെ പറയുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. ആ ഒരു മലയാളം വാക്ക് നോട്ട് ചെയ്ത് വെച്ചോളണേ. സാമ്പിൾ സ്പേസ് അല്ലെങ്കിൽ സാമ്പിൾ മേഖല, അതൊന്ന് നോട്ട് ചെയ്തോളൂ. അങ്ങനെ ഒരിക്കൽ 2009 ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. സാമ്പിൾ മേഖല, അതായത് ഒരു എന്താ പറയുക, കോയിൻ ടോസ് ചെയ്തപ്പോഴുള്ള സാമ്പിൾ മേഖല എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്തോളണേ. സാമ്പിൾ സ്പേസ് എന്താണ്? സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് സാമ്പിൾ സ്പേസ്. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിലെ കിട്ടാവുന്ന എല്ലാ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസിനെ പറയുന്ന പേരാണ് എന്ത്? സാമ്പിൾ സ്പേസ് എന്ന് പറയും. ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കോയിൻ ടോസ് ചെയ്തു. എ കോയിൻ ഈസ് ടോസ്ഡ് 1 ടൈം, ഒരു പ്രാവശ്യം ടോസ് ചെയ്തു. അപ്പോൾ വാട്ട് ഈസ് ദ സാമ്പിൾ സ്പേസ്? സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? ഹെഡും ടെയിലും. മനസ്സിലായല്ലോ? സാമ്പിൾ സ്പേസ് എന്താണ് വരിക? ഹെഡും ടെയിലും. ഈ ഓരോരുത്തരും പറയുന്ന പേര് സാമ്പിൾ പോയിന്റ് എന്ന് വിളിക്കുന്നു. ഈ ഹെഡിനെ എലമെന്റ്സ് ഓഫ് സാമ്പിൾ സ്പേസ് ആർ കോൾഡ് സാമ്പിൾ പോയിന്റ്. മനസ്സിലായോ? എന്ത് വിളിക്കുന്നു? സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നു. അപ്പോൾ നോക്കുക, എന്താണ് സാമ്പിൾ സ്പേസ്? ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ് ഈസ് കോൾഡ് സാമ്പിൾ സ്പേസ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? അതുപോലെ 2 പ്രാവശ്യം ടോസ് ചെയ്താലോ, ഒരു കോയിനെ 2 പ്രാവശ്യം ടോസ് ചെയ്താൽ എന്തായിരിക്കും ഔട്ട്കം വരിക? എന്തായിരിക്കും സാമ്പിൾ സ്പേസ് വരിക? ഹെഡ്, ടെയിൽ. ഇതൊക്കെ ആവശ്യമുണ്ടേ. പിന്നെ 2 ഹെഡ് വരാം, ഹെഡ് ടെയിൽ വരാം, ടെയിൽ ഹെഡ് വരാം, ടെയിൽ വരാം അല്ലേ? 3 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ എന്താ വരിക? 3 പ്രാവശ്യം ടോസ് ചെയ്യുന്ന പ്രോബ്ലം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഹെഡ് ഹെഡ് ഹെഡ്, 3ഉം ഹെഡായി വരാം. അല്ലെങ്കിലോ 2 ഹെഡ് 1 ടെയിൽ വരാം. ഹെഡ് ടെയിൽ ഹെഡ് 2 എണ്ണം വെച്ചിട്ട് കേട്ടോ. ടെയിൽ ഹെഡ് ഹെഡ്, പിന്നീട് 2 ടി വെച്ചിട്ട്, എച്ച് ടി ടി, ടി എച്ച് ടി, ടി ടി എച്ച്, അതുപോലെ ടി ടി ടി. അങ്ങനെ 8 ഔട്ട്കംസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ ഡൈസ് ആണ് എറിയുന്നെങ്കിലോ, ഡൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏണിയും പാമ്പ് കളിക്കുന്ന കട്ടല്ലേ, അത് എറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വരാം 1 2 3 4 5 6 വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ പോസിബിൾ ഔട്ട്കംസിനെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. നമ്മൾ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ എന്ത് ഡിഫൈൻ ചെയ്താലും ആദ്യം നമ്മൾ സാമ്പിൾ സ്പേസ് നോട്ട് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യനെ മുഴുവൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, അടുത്തേക്ക് പോവാണ്. ഈവൻറ്റ്. സാമ്പിൾ സ്പേസിലെ ഓരോ ആൾക്കാരെയും പറയുന്ന പേരാണ് ഈവൻറ്റ്. തൽക്കാലം അതിന് മലയാളം വാക്കൊന്നും കാണുന്നില്ല, ടെക്സ്റ്റ് ബുക്കിൽ ഈവൻറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ,
ടെക്സ്റ്റ് ബുക്കിൽ ഈവൻ്റ് തന്നെയാണ് മലയാളത്തിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ സാമ്പിൾ സ്പേസിലെ സബ്സെറ്റ്, ശരിക്കും അങ്ങനെ പറയാം, ഈവൻസ് ആർ ദി സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ് എന്ന് വിളിക്കാം. സാമ്പിൾ സ്പേസിലെ ഓരോ, ഇപ്പോൾ ഹെഡ് വരുന്ന ഒരു ഈവൻറ്റ്, അല്ലെങ്കിൽ ഡൈസ് എറിഞ്ഞു കഴിഞ്ഞാൽ ഈവൻ നമ്പേഴ്സ് വരുന്ന ഈവൻറ്റ്, ഓഡ് നമ്പേഴ്സ് വരുന്ന ഈവൻറ്റ്, മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഈവൻ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അതിൽ ഒരേ ഒരാൾ മാത്രമാണെങ്കിൽ ആ ഈവൻറ്റിനെ നമ്മൾ സിമ്പിൾ ഈവൻ്റ് എന്നും, ഒന്നിൽ കൂടുതൽ ആൾക്കാർ വന്നെങ്കിൽ അതിനെ കോമ്പൗണ്ട് ഈവൻറ്റ്സ് എന്ന് വിളിക്കുന്നു കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ള, ജസ്റ്റ് ഒരു ഓർമ്മയിലേക്ക് വേണ്ടി മാത്രം. അടുത്തത് ടൈപ്സ് ഓഫ് ഈവൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നാണ് ഞാൻ പറഞ്ഞ SSCയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ നോക്കിയപ്പോൾ ഈ ഈവൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ഈവൻറ്റ്സ് ഒന്ന് ഡീപ്പായിട്ട് മനസ്സിലാക്കി പോവുക. കുറച്ച് ടൈപ്സ് ഓഫ് ഈവൻ്റ് ഉണ്ട്. ഒന്ന് ഈക്വലി ലൈക്ക്ലി ഈവൻറ്റ്സ്. ഈക്വലി ലൈക്ക്ലി ഈവൻറ്റ്സ്. സ്പീഡ് കൂടുതലില്ലല്ലോ, കുഴപ്പമില്ലല്ലോ അല്ലേ? ജസ്റ്റ് കേട്ടാൽ മതിയല്ലോ അല്ലേ? കുഴപ്പമില്ല. ഇത് ജസ്റ്റ് അങ്ങനെ പറഞ്ഞു പോകേണ്ടേ ഉള്ളൂ. തിയറിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്, സ്പീഡിൽ പോകുന്നത്. ഓക്കെ, ഈക്വലി ലൈക്ക്ലി പേരിൽ തന്നെ ഉണ്ട്. മലയാളം വാക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ എളുപ്പമാണ്. തുല്യ സാധ്യത ഈവൻറ്റുകൾ. തുല്യ സാധ്യത ഈവൻറ്റുകൾ, ഈക്വലി ലൈക്ക്ലി ഈവൻറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട്, രണ്ടോ അതിലധികമോ ഈവൻറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യത തുല്യമാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഈക്വലി ലൈക്ക്ലി ഈവൻറ്റ്സ് എന്ന്. ഏറ്റവും ഈ പറയുന്ന എല്ലാ എക്സാമ്പിളിലും ഈ ഹെഡും ടെയിലും കറക്റ്റാണ്. അതായത് ഒരു കോയിൻ ടോസ് ചെയ്തു, ഹെഡ് വരാനുള്ള സാധ്യത എന്താണ്? തുല്യമല്ലേ? ടെയിൽ വരാനുള്ളതും തുല്യമാണ് അല്ലേ? അപ്പോൾ അതിന് ഈക്വലി ലൈക്ക്ലി ഈവൻറ്റ്സ് ആണ്. നമ്മൾ ഡൈസ് ടോസ് ചെയ്തു, 1 2 3 4 5 6. 1 വരുന്നത് 1/6 ആണ്, ഒരു ചാൻസ് അല്ലേ ഉള്ളൂ. 2 വരുന്നത്, അതിനെല്ലാം ഒരു ചാൻസ് അല്ലേ? നമ്മൾ ഏണിയും പാമ്പും കളിക്കുന്ന കട്ടൻ ഇട്ട് കഴിഞ്ഞാൽ അതിലുള്ള 6 എണ്ണം വരാൻ വേണ്ടിയിട്ട് തുല്യ ചാൻസ് അല്ലേ ഉള്ളൂ. അതായത് രണ്ട് പ്രാവശ്യം വരുന്നു, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും അല്ലേ? നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ 6 എണ്ണത്തിനും ഈക്വൽ ചാൻസ് ആണ്. അങ്ങനെയുള്ള ഈവൻറ്റുകളെ വിളിക്കുന്ന പേരാണ് ഈക്വലി ലൈക്ക്ലി ഈവൻറ്റ്സ് എന്നറിയപ്പെടുന്നു. തുല്യ സാധ്യത ഈവൻറ്റുകൾ എന്ന് പറയുന്നു കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് അടുത്ത ഈവൻറ്റിനാണ്. ഈ ഒരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്. ഈ ഒരു വാക്കുകളൊക്കെ നോക്കി വെച്ചോളണേ. ചിലപ്പോൾ നമ്മളിതൊക്കെ സിമ്പിളായിട്ട് ഇടുന്ന കാര്യങ്ങളാണ് അല്ലേ? ഇപ്പം ഞാൻ കഴിഞ്ഞ എക്സാമിന്, നമ്മുടെ HSC എക്സാമിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം ഞാൻ തെറ്റിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്, ഈ സിമ്പിളുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാതെ പോകരുത്. അതായത് ഒരു ബൈജക്റ്റീവ്, മാത്സിൻ്റെ ഇതിൽ ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് f(x) = ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇതിൻ്റെ കൂടെ ഞാൻ മാത്സ് സ്റ്റാറ്റി പറയുന്നതിൻ്റെ കൂടെ മാത്സ് പറഞ്ഞു എന്നല്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയണേ. f(x) = x². അത് ബൈജക്റ്റീവ് അല്ല അല്ലേ? അതിൻ്റെ എക്സാമ്പിളാണത്. അതുപോലെ അതിൻ്റെ ഡൊമൈനൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തെറ്റിച്ചൂടാ, അതുകൊണ്ടാണ് പറഞ്ഞത്. അതായത് പെട്ടെന്ന് x² ഉണ്ടായിരുന്നു, mod x ഉണ്ടായിരുന്നു, x³ ഉണ്ടായിരുന്നു, നൺ ഓഫ് ദീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെയ്യുന്ന എല്ലാ ആൻസറിനും കുറേ ഓപ്ഷൻസ് നൺ ഓഫ് ദീസാണ്. ഇവയൊന്നുമല്ല. പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മൾ മൈൻഡ് ഒന്ന് മാറി. x³ ഞാൻ കണ്ടില്ല, നേരെ എടുത്തിട്ട് ഇവയൊന്നുമെല്ലാം മാർക്ക് ചെയ്തോണ്ടാ. അപ്പം അങ്ങനെയൊക്കെയുള്ള ചാൻസുകളുണ്ട്. നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാം. അതുകൊണ്ട് ഈ ഒരു കാര്യം നോക്കിക്കോളണേ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്. മനസ്സിലായോ? അതായത് വാക്കുകൾ, മലയാളം വാക്കുകളും ശ്രദ്ധിച്ചോളണേ. പരസ്പര കേവല ഈവൻറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? പരസ്പര കേവല ഈവൻറ്റുകൾ. ഒരേ സമയം സംഭവിക്കാൻ സാധ്യമല്ലാത്ത ഈവൻറ്റുകളെ പരസ്പര കേവല ഈവൻറ്റുകൾ അല്ലെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻ്റ് എന്ന് പറയുന്നു. ഒരേ സമയം ഒരിക്കലും അത് സംഭവിക്കില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് കാര്യം, അതായത് ഇപ്പം ഞാനൊരു സാമ്പിൾ സ്പേസിൽ 1 മുതൽ ഡൈസാണ് 1 2 3 4 5 6. അതിലൊരു ഒരു ഡൈസ് ഞാൻ എടുക്കുകയാണ്. അതിൽ A എന്ന് പറഞ്ഞൊരു ഈവൻ്റ് എടുത്തു. ഈവൻ നമ്പേഴ്സാണ്. A എന്ന് പറയുന്നത് ഈവൻറ്റിന് നമ്മൾ ഈവൻ നമ്പേഴ്സാണ് എടുത്ത്. ഇരട്ട സംഖ്യകളൊക്കെ Aയിലെടുത്തു. അപ്പോൾ 2 4 6. ഒറ്റ സംഖ്യകളൊക്കെ, ഓഡ് നമ്പേഴ്സൊക്കെ Bയിലെടുത്തു. 1 3 5. ഈ Aക്കും Bക്കും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? Aക്കും Bക്കും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? A ഇൻ്റർസെക്ഷൻ B ആരെങ്കിലും ഉണ്ടോ? Aക്കും Bക്കും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ?
നൾ സെറ്റ് ആണ്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് ആരുമില്ല അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം, എയും ബിയും ഒരുമിച്ചിരിക്കുന്നത് നടക്കില്ല. മനസ്സിലായോ? എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയാം. മനസ്സിലായോ? എയും ബിയും എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഇതേപോലെ തന്നെയാണ് ഹെഡും ടെയിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഹെഡും ടെയിലും എടുത്തു. ഹെഡ് വരുമ്പോൾ ടെയിലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അത് എന്താണ്? മ്യൂച്വലി അപ്പോൾ ഹെഡ് ആൻഡ് ടെയിൽ കോയിൻ ടോസിന് പ്രോബ്ലം എല്ലാത്തിനും ഒരു ഇതൊക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, സോ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡിസ്ജോയിൻ്റ് എന്നും പറയാറുണ്ട്. എ ഇന്റർസെക്ഷൻ ബിയുടെ വാല്യൂ എന്തായിരിക്കും? 5 ആയിരിക്കും കേട്ടോ. ഇതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. പേര് നോക്കുക, ഒരേ സംഭവം സംഭവിക്കാൻ സാധ്യമല്ലാത്ത ഈവൻറ്റുകളെ. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ, ഇത് കുറച്ചുകൂടി കൺഫ്യൂഷൻ ആണെങ്കിൽ വേറെ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ കാർഡ്സില്ലേ, ചീട്ട് കാർഡ്സിനെ കുറിച്ച് അറിയാമല്ലോ അല്ലേ. 52 കാർഡ്സ് ഉണ്ട്. അപ്പോൾ കിങ് വരുന്നതും ആൻഡ് ക്യൂവിന് വരുന്നതും, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് കിങ് ഇന്റർസെക്ഷൻ ക്യൂ? കിങ്ങും ക്യൂവിനും ഒരുമിച്ച് വരുമോ? ഒരു കാർഡേ ഞാൻ എടുക്കുന്നുള്ളൂ. ആ കിങ്ങിൻ്റെ ഉള്ളിൽ ക്യൂവിന് ഉണ്ടാവുമോ? ഇല്ലല്ലോ. കിങ് വേറൊരു കാർഡാ അല്ലേ, ക്യൂവിന് വേറൊരു കാർഡാ. കിങ് വരുന്നത് ഒരിക്കലും ക്യൂവിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒരേ സമയം നമുക്ക് നടക്കില്ല. ഒരു കാർഡേ നമ്മൾ എടുക്കുന്നുള്ളൂ. ആ എടുക്കുന്ന കാർഡ് കിങ് ആണെങ്കിൽ, മനസ്സിലായോ? കിങ് ആണെങ്കിൽ അതൊരിക്കലും എന്താകില്ല? ക്യൂവിനാവില്ല. മനസ്സിലായോ? അതാണ് പറഞ്ഞേ, ഒരേ സമയം രണ്ടും കൂടി നടക്കില്ല. അപ്പോൾ എന്താണ് അങ്ങനെ നടക്കുന്നൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. കിങ് കാർഡും ആൻഡ് സ്പേഡ് എന്ന് പറയുന്ന കാർഡും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കാർഡ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞു പോയാലോ, കാർഡിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോലെ. ഇനിയിപ്പോൾ കാർഡ്സിനെ കുറിച്ച് അറിയാത്തവരുണ്ടാവേ, കാർഡ്സ് എല്ലാം മറന്നു പോയിട്ടുണ്ടാവും അല്ലേ. നമ്മൾ കാർഡ്സ്, ഈ ചീട്ട് കളിക്കുക എന്നൊക്കെ പറയും ഞങ്ങളവിടെ, ഇവിടെ എന്താണെന്ന് അറിയില്ല. കാർഡ്സ് അല്ലേ, കാർഡ്സ് കളിക്കുന്നു. ടോട്ടല് 52 കാർഡ്സ് ഉണ്ട്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളേ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കുറേ ചോദിക്കുന്നുണ്ട് കേട്ടോ, ബേസ് തിയറത്തിലൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. 52 കാർഡ്സ് ആണ് ഒരു വെൽ ഷഫിൾഡ് പാക്ക് എന്ന് പറഞ്ഞാൽ വരുന്നത്. മനസ്സിലായോ? 52 കാർഡ്സിനെ നമ്മൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഇത് ആവശ്യമുണ്ട്, പല സ്ഥലത്ത് ഇത് ആവശ്യമുള്ളതാണ് കേട്ടല്ലോ. 52 കാർഡ്സിനെ നമ്മൾ രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് അത് നോട്ട് ചെയ്ത് വെച്ചോളേ. എന്താണ് 2 ഗ്രൂപ്പ്? 2 കളറിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 ഗ്രൂപ്പ് ആക്കുന്നത്. അതായത് 26 ബ്ലാക്ക് കാർഡും അതുപോലെ 26 റെഡ് കാർഡുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം നോക്കിക്കോളണേ, ടോട്ടൽ 52 കാർഡ്സ് ഉണ്ട്. അതിന് നമ്മൾ 2 ഗ്രൂപ്പ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. 26 ബ്ലാക്ക് കാർഡ് അതുപോലെ 26 റെഡ് കാർഡ്. ആ 26 ബ്ലാക്കിനെ തന്നെ വീണ്ടും 2 ഗ്രൂപ്പ് ആക്കുന്നുണ്ട്. മനസ്സിലായോ? ആ 2 ഗ്രൂപ്പിൻ്റെ പേര് 13 ആയിട്ട് 2 ഡിവൈഡ് ചെയ്യുന്നു. ഇതിൻ്റെ പേര് സ്പേഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ, സ്പേഡ് എന്ന് വിളിക്കുന്നു. അടുത്ത 13 നമ്മൾ 2 പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതിനെ ക്ലാവർ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ ക്ലബ് എന്ന് വിളിക്കുന്നു കേട്ടോ. ക്ലബ്സ് എന്ന് വിളിക്കുന്നു. നമ്മൾ സിമ്പിൾ കണ്ടാൽ മനസ്സിലാവേ. സ്പേഡ് എന്ന് പറഞ്ഞാലേ ഒരു ഏകദേശം ഈ സിമ്പിൾ, ഈ സാധനത്തിനാണ് സ്പേഡ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് സ്പേഡ്. ക്ലബിനെ വിളിക്കുന്ന പേര് നമ്മുടെ പൂ പോലത്തെ സാധനം, ചെറിയൊരു ഷേപ്പ് വ്യത്യാസമൊക്കെ ഉണ്ട്. ഇതാണ് എന്ത്? ക്ലബ്സ് എന്ന്. അപ്പം ഇത് 13 ഉണ്ട്. ഇത് രണ്ടും ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്ക് കളറായിരിക്കും. ഓക്കെ, ബ്ലാക്ക് കളറായിരിക്കും. ഇതും ബ്ലാക്ക് കളറായിരിക്കും കേട്ടോ. മനസ്സിലായോ? ദെൻ റെഡിനെ 2 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 13 പേര് ഹാർട്സ്. 13 ഹാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഹാർട്സ് അറിയാലോ, ലവിൻ്റെ ഷേപ്പ്. ഓക്കെ, 13 ഹാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ 13 ഡയമണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെ ആവശ്യമുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഡയമണ്ട് ഷേപ്പ് കേട്ടോ. മനസ്സിലായോ? അപ്പം നോക്കിക്കോളണേ. അപ്പോൾ ടോട്ടല് 52 കാർഡ്സ് ഉണ്ട്. 52 കാർഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ഗ്രൂപ്പാക്കി മാറ്റുന്നുണ്ട്. ഏതൊക്കെ 2 ഗ്രൂപ്പ്? 26 ബ്ലാക്ക് കാർഡും 26 റെഡ് കാർഡും. ഇനി ബ്ലാക്കിന് തന്നെ വീണ്ടും 2 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സ്പേഡ് അതുപോലെ ക്ലാവർ എന്നാണ് ചിലപ്പോൾ പറയുന്നത്. ചില സ്ഥലത്ത് ക്ലബ് ഒന്ന് വിളിക്കാറുണ്ട് കേട്ടോ. ക്ലാവർ അല്ലെങ്കിൽ ക്ലബ്സ് എന്ന് പറഞ്ഞാൽ 13 ആക്കി കേട്ടോ. ഈ റെഡിനെ 2 ഹാർട്സും അതുപോലെ ഡയമണ്ടും. അപ്പോൾ ഈ 4 ഗ്രൂപ്പില്ലേ, 1 2 3 4, ഇതിനെ വിളിക്കുന്ന പേര് 4 സ്യൂട്ടുകൾ എന്ന് വിളിക്കാറുണ്ട്. 4 സ്യൂട്ട്സ് എന്നാണ് കേട്ടോ. ഓക്കെ, 4 സ്യൂട്ടുകൾ എന്നാണ് ഇവരറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ? ടോട്ടൽ 4 സ്യൂട്ടുകളുണ്ട്. ഏതൊക്കെ സ്യൂട്ടുകൾ? സ്പേഡ്,
ക്ലാവർ, ഹാർട്സ്, ഡയമണ്ട്, അങ്ങനെ 4 സ്യൂട്ടുകളാക്കി മാറ്റുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇതുവരെ പറഞ്ഞ ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളണേ, നമുക്ക് ആവശ്യമുണ്ട്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ, കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പോഴേക്ക് മാത്രമല്ല, നമ്മുടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനുള്ളിലും അവിടെയുണ്ട്. നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ അവിടെയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളണേ. യെസ്. ഇനി ഈ 13 പേര് ആരാണെന്ന് നോക്കണം. ഈ ഓരോന്നിലും 13 എണ്ണം വെച്ചിട്ട് വരുന്നുണ്ട് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഓരോ കാർഡിലും 13 എണ്ണം ഉണ്ട്. അതായത് ആദ്യത്തെ ആള് എയ്സ് എന്ന് പറയുന്ന കാർഡാണ്. ഫസ്റ്റ് കാർഡാണ് എയ്സ് എന്ന് വിളിക്കും. പിന്നെ 2, 3, 4, 5, 6, 7, 8, 9, 10, അങ്ങനെ 10 കാർഡും അത് കൂടാഞ്ഞിട്ട് ഒരു 3 പേരുണ്ട്. അതായത് ജാക്ക്, അതുപോലെ ക്യൂന്, കിങ്, രാജാവ്, രാജ്ഞി, പിന്നെ ജാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളത്തിൽ ഗുലാൻ എന്നൊക്കെ പറയുന്നു കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ ജാക്ക് എന്നാണ്, ജോക്കർ അല്ല കേട്ടോ. ജോക്കർ നമ്മുടെ 52 കാർഡിൽ ഉണ്ടാവില്ല കേട്ടോ. ജോക്കർ അല്ല, ജാക്കാണേ. അങ്ങനെ 13 കാർഡുണ്ട്. ഈ 3 പേർക്കുണ്ടല്ലോ ഒരാളുടെ ഫേസ് ഉണ്ടാവും. അതുകൊണ്ട് ഈ 3 പേരെ അറിയപ്പെടുന്നത് ഫേസ് കാർഡ്സ് എന്നറിയപ്പെടുന്നു. മനസ്സിലായോ? ഈ 3 പേര് എന്താറിയപ്പെടുന്നത്? ഫേസ് കാർഡുകൾ എന്നറിയപ്പെടുന്നു. ഫേസ് ഉണ്ടാവേ, കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കാർഡിൻ്റെ ഷേപ്പിൽ രാജാവിൻ്റെ കാർഡിൻ്റെ മുകളിൽ ഒരാളുടെ രൂപമുണ്ടാകും. അതുകൊണ്ട് ഈ 3 കാർഡ്സിന് നമ്മൾ എന്തറിയപ്പെടുന്നു? ഫേസ് കാർഡ്സ് എന്നറിയപ്പെടുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ടോട്ടൽ ഓരോ സെറ്റിലും ഇവരുണ്ട്. അതായത് എയ്സ് എന്നുള്ള കാർഡ് ഒരെണ്ണം ഇവിടെയുണ്ട്, ഒരെണ്ണം ക്ലബിലുണ്ടാവും, ഒരെണ്ണം ഹാർട്ടിൽ, ഒരെണ്ണം ഡയമണ്ട്. അങ്ങനെ എയ്സ് എന്നുള്ള കാർഡ് 4 എണ്ണം ഉണ്ടാവും. മനസ്സിലായോ? 2 എന്ന് പറയുന്ന കാർഡും 4 എണ്ണം ഉണ്ടാവും. അതുപോലെ 3 എന്ന് പറഞ്ഞ കാർഡും 4 എണ്ണം ഉണ്ടാവും. 4, 5, 6 ഇതെല്ലാം, ഇതിലുള്ള എല്ലാവരും 4 എണ്ണം വെച്ചിട്ട് റിപ്പീറ്റഡ് ആണ്. അപ്പോൾ കിങ് വരുമ്പോൾ കിങ്ങിൽ 4 എണ്ണം ഉണ്ടാവും. മനസ്സിലായോ? ക്യൂന് 4 ഉണ്ടാവും. അങ്ങനെ എല്ലാവരും 4 എണ്ണം വെച്ചിട്ടുണ്ടാവും കേട്ടോ. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മനസ്സിലായോ? അതായത് കാർഡ്സിനെ കുറിച്ച് നോട്ട് ചെയ്ത് വെക്കുക. ഒരു കാര്യം കൂടി ഉണ്ട്, ഫേസ് കാർഡ് 3 എണ്ണമാണ് അല്ലേ? ഒരു ഗ്രൂപ്പിൽ 3 എണ്ണാണേ. അങ്ങനെ 4 ഗ്രൂപ്പിലും കൂടി 12 ഫേസ് കാർഡ് ഉണ്ട് കേട്ടോ. തെറ്റിക്കാൻ ചാൻസ് ഉണ്ട് ഇവിടെ. ഒരു ഗ്രൂപ്പിൽ 3 എണ്ണം, അടുത്ത ഗ്രൂപ്പിൽ 3 ഫേസ്, അടുത്ത ഗ്രൂപ്പിൽ 3 ഫേസ്. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് കാർഡ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് കാർഡ് എന്ന് പറഞ്ഞാൽ 12 ഫേസ് കാർഡുകൾ ടോട്ടൽ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. അപ്പൊ ജസ്റ്റ് നോട്ട് ചെയ്തോളേ. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ചോദിക്കൂട്ടാ. മാച്ചോട്ടെ. എനിക്ക് സ്പീഡ് കൂടിയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. യെസ്, ഞാൻ മായ്ക്കുന്നുണ്ടേ. എല്ലാവരും നോട്ട് ചെയ്തെന്ന് വെച്ചിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. കാരണം ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. കോയിൻ ടോസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ഡൈസ് എറിയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, കാർഡ് എടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, എങ്കിലും ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ മ്യൂച്വൽ എക്സ്ക്ലൂസീവിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ ലാസ്റ്റ് വണ്ണാണ് ടൈപ്പ്, 3ാമത്തെ ടൈപ്പാണ് എക്സ്ഹോസ്റ്റീവ് ഈവൻറ്റ്. എക്സ്ഹോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഈവൻറ്റുകൾ കൂടിച്ചേർന്നാൽ സാമ്പിൾ മേഖല കിട്ടുമെങ്കിൽ അതിനെ എക്സ്ഹോസ്റ്റീവ് ഈവൻ്റ് എന്ന് വിളിക്കുന്നു. സാമ്പിൾ മേഖല എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസ്. അതായത് കുറേ ഈവൻറ്റുകളെ കൂട്ടിച്ചേർക്കുമ്പോൾ എന്ത് പറയുന്നു? നമ്മുടെ സാമ്പിൾ സ്പേസ് കിട്ടണം എങ്കിൽ അതിനെ എക്സ്ഹോസ്റ്റീവ് ഈവൻ്റ് എന്ന് വിളിക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് ആ ഒരു സെറ്റ് ഡൈസ് ടോസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എടുത്തോ. 1, 2, 3, 4, 5, 6. അപ്പോൾ അതിൽ എ എന്ന് പറഞ്ഞത് ഈവൻ നമ്പേഴ്സ് വരുന്നത് 2, 4, 6. ബി എന്ന് പറഞ്ഞത് ഓഡ് നമ്പേഴ്സ് വരുന്നത് 1, 2, 3 5 അല്ലേ? എ യൂണിയൻ ബി, ഇവർ തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് എസ് കിട്ടില്ലേ? മനസ്സിലായോ? എയും ബിയും യൂണിയൻ എടുക്കുമ്പോൾ എസ് കിട്ടില്ലേ? അങ്ങനെ 2 ഈവൻറ്റുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ എസ് കിട്ടുകയാണെങ്കിൽ ആ 2 ഈവൻറ്റിനെ വിളിക്കുന്ന പേരാണ് എക്സ്ഹോസ്റ്റീവ് ഈവൻറ്റ്സ് എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ മലയാളം വാക്ക് ശ്രദ്ധിച്ചോളനെ, സമഗ്ര ഈവൻറ്റുകൾ. എന്താ പേര്? സമഗ്ര ഈവൻറ്റുകൾ എന്നിട്ടാ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇതിപ്പോൾ 2നും എക്സാമ്പിളാണ്. ഈ ക്വസ്റ്റ്യൻ മ്യൂച്വലി എക്സ്ക്ലൂസീവുമാണ്. അതായത് എ ഇൻ്റർസെക്ഷൻ ബി = 5 എയിലും ബിയിലും യാതൊരു ബന്ധവുമില്ല. എ യൂണിയൻ ബി എടുക്കുമ്പോൾ എസ് കിട്ടുന്നുണ്ട് അല്ലേ? ഇത് 2ഉം കൂടിയ എക്സാമ്പിളാണ്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ. ഇപ്പോഴത്തെ പുതിയ PSC രീതി അറിയാലോ. ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻസ് തരും, എന്നിട്ട് പറയും ഓപ്ഷൻ എ 1, 2 ശരിയാണ്, 3, 4 അങ്ങനെയല്ലേ ചോദിക്കുന്നത്. അപ്പോൾ അതിൽ പറയും എന്താണ്? 2 ഓപ്ഷൻസ് അറിയാം. ഓപ്ഷൻ എ ഇത് എക്സ്ഹോസ്റ്റീവ് ഈവൻ്റ് ആണ്, ഓപ്ഷൻ ബി ഇത്
എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻ്റ് ആണ്. ഓപ്ഷൻ ഡി ഇത് എക്സോസ്റ്റീവും മ്യൂച്വലി എക്സ്ക്ലൂസീവുമാണ്. ഓപ്ഷൻ സി ഓപ്ഷൻ ഡി എന്തായിരിക്കും? നൺ ഓഫ് ദീസ്. അങ്ങനെയും ചോദിക്കുക കേട്ടോ. കാര്യം മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഇതൊക്കെ അത്ര വലിയ കാര്യമാക്കണ്ട സാറേ എന്നൊക്കെ ഒന്ന് വിചാരിക്കരുത്. നമ്മൾ കാര്യമാക്കണ്ടെന്ന് വിചാരിക്കുന്നതായിരിക്കും എന്താ എക്സാമിന് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളണേ. എന്തായാലും അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ ഈവൻറ്റുകൾ വെച്ചിട്ട് ഒരു എക്സാം തന്നെ നടത്താം. അപ്പം നമുക്ക് മനസ്സിലാവും എന്താണ് ഞാൻ പറഞ്ഞേണ്ടത് കേട്ടോ. അപ്പോൾ എത്ര ആൾക്കാരാണ് അത് ശരിയാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. കാരണം +1 നമ്മുടെ +1 സയൻസിൻ്റെ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ സെക്ഷൻ തന്നെ ഈവൻറ്റുകളുടെ തിരിച്ചറിയാനാണ് കേട്ടോ. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ HSA പഠിക്കുന്നവർ ശ്രദ്ധിക്കുക. +1 ടെക്സ്റ്റ് ബുക്കിലെ +1 മാത്സ്, +1 കൊമേഴ്സ് അല്ല, +1 മാത്സ് ടെക്സ്റ്റ് ബുക്കിലെ എത്രാമത്തെ ചാപ്റ്റർ? 14ാമത്തെ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസ് മുഴുവൻ ഇതേപോലെ ഈവൻറ്റിനെ തിരിച്ചറിയാനാണ് കേട്ടോ. അത്രയും നിങ്ങൾ എഴുതി പഠിക്കണേ. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ നോക്കിയിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ, നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ 1 മണിക്കൂറൊക്കെയാണ് എടുക്കാൻ പറ്റുന്നത് അല്ലേ? മാക്സിമം നമ്മുടെ ഫോണിൻ്റെ കപ്പാസിറ്റി ഒക്കെ, അല്ലെങ്കിൽ മാക്സിമം കൂടി പോയി 1.5 മണിക്കൂർ എടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ എനിക്ക് ഒഴിവാക്കാനൊന്നുമില്ല. നോക്കുമ്പോൾ ഒരു 10,000 ക്വസ്റ്റ്യൻസിൻ്റെ പ്രോബിലിറ്റി എന്നൊക്കെ എടുക്കുക. അതിൽ നിന്ന് എനിക്ക് 10 തന്നെ സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അപ്പം നിങ്ങളും കൂടി വിചാരിക്കണേ, ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, നിങ്ങളും കൂടി വർക്ക് ചെയ്യണം. അപ്പം നിങ്ങൾ ഇന്ന് ഇപ്പോൾ ഈ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ സെക്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് കുറേ സ്ഥലങ്ങൾ നിങ്ങളും വർക്ക് ചെയ്യണം. അതായത് ഞാൻ തരുന്ന ക്വസ്റ്റ്യൻ മാത്രം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്തൂല. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ സെലക്ട് ചെയ്യല്ലേ ചെയ്തേ. ഞാൻ അത്രയും ക്വസ്റ്റ്യൻ മാത്രം സെലക്ട് ചെയ്യുന്ന ആൾ, ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ മാത്രമല്ലല്ലോ എക്സാമിന് ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് +1 ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, അതിൽ പ്രോബബിലിറ്റി എന്നുള്ള സെക്ഷൻ എടുക്കുക. അതിൽ ആദ്യത്തെ എക്സസൈസിലാണ് ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത്. ഫസ്റ്റ് എക്സസൈസാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. എന്താണ്? ഈ ടൈപ്സ് ഓഫ് ഈവൻറ്റിനെ തിരിച്ചറിയുക. അത് മാത്രമാണ് ഫസ്റ്റ് എക്സസൈസ്. പ്രോബബിലിറ്റിക്ക് കടക്കുന്നേ ഇല്ല. മനസ്സിലായോ? ആ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യടാ. +1 ഒരു കാര്യം പോലും മിസ്സാവരുത്. അത്രയും നമ്മൾ വർക്കൗട്ട് ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? എന്തായാലും ഞാൻ എൻ്റെ വീഡിയോ ചെയ്തുതരാം, യൂട്യൂബിൽ ചെയ്തിടാം. ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നില്ല. അതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസ് റെക്കോർഡ് ചെയ്തിട്ട് തരായിരിക്കും നല്ലത് കേട്ടോ. നമുക്ക് സമയം ഒരുപാട് മിസ്സാവും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അടുത്തേക്ക് പോവാണേ, നമ്മുടെ ഡെഫിനിഷനിലേക്ക് പോവാണ്ട് നേരെ പ്രോബ്ലത്തേക്ക് പോവാണേ. അരമണിക്കൂറായി അല്ലേ? അരമണിക്കൂറായി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതുവരെ തിയറി ആയിരുന്നു, ഇനി പ്രോബ്ലത്തേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡെഫിനിഷനാണ് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. നമുക്ക് വേറെ കുറേ ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ട്, അതെല്ലാം പഠിക്കണം. തൽക്കാലം ഞാൻ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നു, ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിയിലെ പ്രോബ്ലംസ് വരുന്നത് ഇവിടെയാണ് കേട്ടോ. അല്ലാതെയുണ്ട് നമുക്ക് കുറേ ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ ഉണ്ട്, കുറേ ഡെഫിനിഷൻസ് ഉണ്ട്. അത് നമുക്ക് അവിടെ നിൽക്കട്ടെ. തൽക്കാലം പ്രോബ്ലത്തേക്ക് പോവാണ്. 2-3 പ്രോബ്ലമെങ്കിലും നമുക്കിപ്പോൾ ചെയ്യാം. ഒന്ന് മനസ്സിലായല്ലോ? എന്തെങ്കിലും പഠിച്ചെന്ന് നമുക്ക് തോന്നണ്ടേ? അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രാമാണിക നിർവചനം എന്നാണ് പറയുന്നത് കേട്ടോ. പ്രാമാണിക നിർവചനം അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡെഫിനിഷൻ. നമ്മൾ കേട്ടിട്ട് ഇപ്പോൾ മടുത്ത ഫോർമുലയാണ് അല്ലേ? എന്താണ് പ്രോബബിലിറ്റി ഓഫ് എൻ ഈവൻറ്റ് എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ഓർമ്മ വരുന്നുണ്ടല്ലോ? നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കേസസ് എന്താണോ ചോദിക്കുന്നത് അതിന് ഫേവറബിൾ ആയിട്ടുള്ള കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഇൻ എ സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസിലെ ടോട്ടൽ ആയിട്ടുള്ള എണ്ണം, നമ്മളെ എയിലെ എണ്ണം, നമ്പർ ഓഫ് എ ബൈ നമ്പർ ഓഫ് എസ് എന്ന് വളരെ സിമ്പിളായിട്ട് പറയാം. ശരിക്കും ഇങ്ങനെയല്ല ശരിക്കും പറയേണ്ടത്. നമ്പർ ഓഫ് ഈവൻറ്റ്സ് ഫേവറബിൾ ടു എ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഈവൻറ്റ്സ് ഇൻ എ സാമ്പിൾ സ്പേസ്, ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഓഫ് സാമ്പിൾ സ്പേസ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് വിളിക്കുന്നത്. കുഴപ്പമില്ലല്ലോ? ക്ലിയർ അല്ലേ? എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഓടിച്ച് പറയുന്നില്ല, ഇത്രയും പറയുന്നുള്ളൂ. ഇനി കൂടുതലായിട്ട് പോകുന്നില്ല, ഡീപ്പായിട്ട് പോകുന്നില്ല. ഓക്കെ അല്ലേ? സെറ്റാണല്ലോ അല്ലേ? ഫോർമുല എല്ലാം ഓർമ്മ വന്നില്ലേ? നമ്മൾ ഡിഗ്രി പഠിച്ചതാണേ, അല്ലെങ്കിൽ +2 പഠിച്ചതാണ് കേട്ടോ. നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ഓക്കെ, അതിൻ്റെ കൂടെ ദ ഈവൻറ്റ് നോട്ട് എ, അതായത് ഒരു സാധനം നടക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റി അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ P of A' എന്ന് വിളിക്കുക. ഇങ്ങനെയും ചോദിക്കാറുണ്ട്. ചില ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചത് P of A' എന്നായിരുന്നു. നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു. ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിൽ A' എന്നാണ് കൊടുക്കുന്നത് കേട്ടോ. P of A', P of A കോംപ്ലിമെൻ്റ് എന്നൊക്കെ വിളിക്കും. എന്താണ്? 1 - P of A. അത് നടക്കാതിരിക്കാനുള്ള ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 - P of A എന്ന് വിളിക്കുന്നു കേട്ടോ. P of A' എന്ന് പറഞ്ഞാൽ ഒരു സംഭവം നടക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 - P of A. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഒരു ഡൈസ് എറിഞ്ഞു, അതിൽ 1 വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്?
1/6 അല്ലേ. നോട്ട് 1 വരാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 1 - 1/6 എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് 5/6 അല്ലേ. അതിപ്പോൾ 1നെ മാറ്റി നിർത്തിയാൽ മതി. 1നെ മാറ്റി നിർത്തി ബാക്കി ഏതൊക്കെ വരിക? 2, 3, 4, 5, 6 5 പേരുണ്ട്. 5/6 അങ്ങനെ പറയാം. പക്ഷെ ചില പ്രോബ്ലത്തിൽ അങ്ങനെ പറയാൻ പറ്റൂല. 0 സംതിങ് ഒക്കെ ആയിരിക്കും. അപ്പോൾ 1 മൈനസ് എടുക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? പ്രോബബിലിറ്റി ഓഫ് ഈവന്റ് നോട്ട് എ എന്ന് പറയുന്നത് എന്താണ്? 1 - P of A. നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതുവരെ പറഞ്ഞൊക്കെ കേട്ട് മനസ്സിലാക്കിയാൽ മതി. ഇനി എങ്ങോട്ടുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ അല്ലേ? ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ഓക്കെ ആണല്ലോ അല്ലേ? ദെൻ സെക്കൻഡ് വൺ എന്താണ് പറഞ്ഞത്? പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ നടക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 - P of A. ഓക്കെ അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്തത് അഡീഷൻ റൂൾ. ഇന്ന് ഇത്രയാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. തിയറി ഇത്രയാണ്. നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ആണ് ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അഡീഷൻ തിയറം +1 ഇത്രയേ ഉള്ളൂ കേട്ടോ. +1 ടോപ്പിക്ക് ഇത്രയുള്ള. +2 എത്തുമ്പോൾ നമ്മളാണ് കണ്ടീഷണൽ പ്രോബിലിറ്റി ഒക്കെ വരുന്നത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും. ഇന്ന് നമ്മൾ ഇതോടുകൂടി ഈ ഒരു സെക്ഷൻ തീർത്ത് ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ പോവുകയാണ്. അഡീഷൻ റൂൾ ഓർമ്മ വരുന്നുണ്ടോ? അഡീഷൻ റൂൾ എന്താന്ന് ആർക്കെങ്കിലും? രമ്യ ഉണ്ടല്ലോ അല്ലേ? രമ്യ എൻ്റെ കൂടെ പഠിച്ച ആളാണ്, അതുകൊണ്ട് ചോദിച്ചത്. ഓക്കെ, സ്റ്റാറ്റിയിലെ പുലിയായിരുന്നു. ഓക്കെ ഓക്കെ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് ഇൻറ്റർസെക്ഷൻ ബി. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് നോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതുവരെയുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അപ്പോൾ P of A union B. അപ്പോൾ A and B ആർ എനി 2 സെറ്റ്സ് ആണ്. A and B എനി 2 സെറ്റ്സ്, ഏതെങ്കിലും 2 സെറ്റുകളാണെങ്കിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? കാണുന്നുണ്ടോ? എനിക്ക് സ്ക്രീന്, നിങ്ങൾക്ക് 2 സ്ക്രീൻ കാണുന്നില്ലേ? ഹലോ, നിങ്ങൾക്ക് 2 സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഞാനൊന്ന് ബാക്ക് എടുത്തു, അതുണ്ടായി. ഓക്കെ, ശരി. അപ്പോൾ P of A union B എന്ന് പറഞ്ഞാൽ P of A plus P of B minus P of A intersection B. ഇതിനെ പറയുന്ന പേരാണ് അഡീഷൻ റൂൾസ്. ഈ ഒരു കാര്യം നോക്കണേ. A യൂണിയൻ ബിക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യന് A or B എന്നാണ് ചോദിക്കുക കേട്ടോ. A or B എന്ന് പറഞ്ഞാൽ A യൂണിയൻ ബി ആണ്. A and B എന്ന് പറയുന്നത് A intersection B ആണ് കേട്ടോ. ഓക്കെ, ഈ ഫോമിൽ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് ചെയ്യാം. ഇതിങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിടാൻ കുഴപ്പമില്ല. ചില പ്രോബ്ലത്തിൽ നമുക്ക് P of A intersection B ആയിരിക്കും ചോദിക്കുക. അപ്പോൾ എന്ത് ചെയ്യാം? P of A plus P of B minus P of A union B. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെയും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് എന്താണ്? അഡീഷൻ തിയറം അല്ലെങ്കിൽ അഡീഷൻ റൂൾ ഓഫ് പ്രോബബിലിറ്റി എന്ന് വിളിക്കാം. ദെൻ ഇഫ് A and B ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആകുമ്പോൾ A ഇന്റർസെക്ഷൻ B നൾ സെറ്റ് അല്ലേ? പ്രോബബിലിറ്റി ഓഫ് നൾ സെറ്റ് എന്ന് വിളിക്കുന്നത് 0 ആണ്. ഓക്കെ, അതിൽ ആരുമില്ല. മനസ്സിലായോ? അപ്പോൾ ഈ ആൻസർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആകുമ്പോൾ P of A യൂണിയൻ ബിയുടെ വാല്യൂ എന്ത് വരും? P of A പ്ലസ് P of B ആയിരിക്കും കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്തോളൂ. ഇനി നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തേക്ക് പോവാണേ. ഓക്കെ, ആദ്യം സിമ്പിൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കുഴപ്പമില്ലല്ലോ. നേരെ പ്രോബ്ലത്തേക്ക് പോവാം കേട്ടോ. കാണുന്നില്ലേ? ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? ആദ്യം കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ചെയ്യുന്നത്. ക്ലിയർ? ഞാൻ പെട്ടെന്ന് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാം അറിയുന്നതുകൊണ്ട് പെട്ടെന്ന് എഴുതി പോവാണ്. എ ഡൈ ഈസ് ത്രോൺ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ നോക്കുക. നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, നമ്പർ 6, നമ്പർ മോർ ദാൻ 6, നമ്പർ ലെസ് ദാൻ 6. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കണ്ടോ? ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നു, കുഴപ്പമില്ലല്ലോ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഡൈ ആണ് ത്രോ ചെയ്യുന്നത്. ഡൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏണിയും പാമ്പും കളിക്കുന്ന കട്ട അല്ലേ? ആ കട്ട എടുത്തു കഴിഞ്ഞാൽ സാമ്പിൾ സ്പേസ് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് സാമ്പിൾ സ്പേസ്? 1 2 3 4 5 6. ദെൻ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് പ്രൈം നമ്പർ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൈം നമ്പർ വരാനുള്ള ചാൻസ്. ഇതിൽ എത്ര പ്രൈം നമ്പർ ഉണ്ട് നോക്കി പറഞ്ഞേ. എത്ര പ്രൈം നമ്പർ ഉണ്ട്?
2 പ്രൈമാണ്, 3 പ്രൈമാണ്, 5 പ്രൈമാണ് അല്ലേ. അപ്പോൾ 3 ടോട്ടൽ നമ്പർ 6. നമ്പർ ഓഫ് എസ് എത്രയാണ്? ടോട്ടൽ നമ്പർ 6 ആണ് അല്ലേ. അപ്പോൾ 3/6 ഈക്വൽ ടു 1/2 ട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, സ്പീഡ് കൂടി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളേ. നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, 3ഓ അതിൽ കൂടുതലോ എത്ര പേരുണ്ട്? 4 എണ്ണം അല്ലേ. മനസ്സിലായോ? നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എത്രയാ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, 3ഓ അതിൽ കൂടുതലോ? 4 പേരില്ലേ? 4/6 ഈക്വൽ ടു 2/3. ശരിയല്ലേ? ദെൻ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 1ഓ അതിൽ കുറവുള്ളവർ എത്ര പേരാ? ഒരെണ്ണേ ഉള്ളൂ അല്ലേ. 1/6. ക്ലിയർ അല്ലേ? ദെൻ നമ്പർ 6 വരാനുള്ള പ്രോബബിലിറ്റി എന്താ? 1/6. സിമ്പിൾ ആണ് അല്ലേ. 6 വരെയുള്ള പ്രോബബിലിറ്റി 1/6 ആണ്. അവസാനം നമ്പർ മോർ ദാൻ 6, 6ൽ കൂടുതൽ നമ്പർ വരാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ 0, ഇമ്പോസിബിൾ ആണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, പ്രോബബിലിറ്റി ഓഫ് ഇമ്പോസിബിൾ ഈവന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ. ദെൻ നമ്പർ ലെസ് ദാൻ 6, 6ൽ കുറവ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല കേട്ടോ. ഈക്വൽ ടു ഇല്ല, ലെസ് ദാനേ ഉള്ളൂ. എത്ര പേരുണ്ട്? 6ൽ കുറവ് എത്ര പേരുണ്ട്? 6ൽ കുറവ് 5/6. യെസ്, അത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഞാൻ പിന്നെ എല്ലാ ക്വസ്റ്റ്യനും കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പീഡ് കൂട്ടുന്നത്. നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ്, 3 coins are tossed. 3 കോയിൻ ടോസ് ചെയ്തു. ഞാൻ 1 കോയിൻ്റെ ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അതൊക്കെ +2 ടെക്സ്റ്റ് ബുക്കിൽ, +1 ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതൊക്കെ വർക്കൗട്ട് ചെയ്യാനാണ് ഞാൻ പറയുന്നത് കേട്ടോ. ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ +1 ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ 3 കോയിനിക്ക് പോയി. 3 coins are tossed. Find the probability of getting 3 heads. അപ്പോൾ ശ്രദ്ധിച്ചോളണേ, 3 കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ സാമ്പിൾ സ്പേസിനെ സെറ്റ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സാമ്പിൾ സ്പേസ് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 കോയിനും ഹെഡ് വരാം അല്ലേ. 2 ഹെഡും 1 ടെയിലും വരാം. ഹെഡ് ടെയില് ഹെഡ് വരാം. ടെയില് ഹെഡ് ഹെഡ് വരാം. ദെൻ 2 ടെയില് വരുന്ന വെച്ചിട്ട് എഴുതാം. HT TTH, അവസാനം TTT. ഓക്കെ. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 ഹെഡ് എന്നാണ്. 3 ഹെഡ് വരുന്നത് എത്രയാണ്? പ്രോബബിലിറ്റി ഗെറ്റിംഗ് 3 ഹെഡ്. 3 ഹെഡ് വരുന്ന എത്ര കേസുണ്ട്? ഒറ്റ കേസല്ലേ. 1 ടോട്ടൽ നമ്പർ 8 ആണ് കേട്ടോ. 1/8. ഡൗട്ട് ഉണ്ടോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് 2 ഹെഡ്. ആക്യുറേറ്റ് ആയിട്ട് ആക്ച്വലി 2 ഹെഡ് വരണം. കറക്റ്റ് 2 ഹെഡ് വരുന്ന എത്രയൊക്കെയുണ്ട്? ഇതിൽ 2 ഹെഡ് ഉണ്ട്, ഇതിൽ 2 ഹെഡ് ഉണ്ട്, ഇതിൽ 2 ഹെഡ് ഉണ്ട് അല്ലേ. 3/8. മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് നോക്കിയേ പറയാവുന്നുള്ളൂ. അതുകൊണ്ടാണ് സ്പീഡിൽ പറയുന്നത് കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളണേ. ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കണേ. അടുത്തതാണ് കൺഫ്യൂഷൻ വരിക. അറ്റ്ലീസ്റ്റ് വാക്ക് നോക്കിക്കോളണേ. അറ്റ്ലീസ്റ്റ് 2 ഹെഡ്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെഡിൻ്റെ എണ്ണം ശ്രദ്ധിച്ചോളണേ. ഹെഡിൻ്റെ എണ്ണം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് കേട്ടോ. ശ്രദ്ധിച്ചോളണേ. അറ്റ്ലീസ്റ്റിൻ്റെ വേർഡ് എന്ന് പറഞ്ഞാൽ 2ഓ അതിൽ കൂടുതലോ എന്നാണ് മീനിങ് കേട്ടോ. മനസ്സിലായോ? അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ 2ഓ അതിൽ കൂടുതലോ. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ അറ്റ്ലീസ്റ്റ് എങ്കിലും എന്നാണ്. അതായത് രണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ 2ൽ കൂടിയാൽ കുഴപ്പമില്ല എന്നാണ് കേട്ടോ. 2ഓ അതിൽ കൂടുതലോ ആണ് അറ്റ്ലീസ്റ്റ്. വാക്ക് നോക്കിക്കോളണേ. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ 2ഓ അതിൽ കൂടുതലോ എന്നാണ്. അപ്പോൾ 2ഓ അതിൽ കൂടുതൽ വരുന്നത് ഏതൊക്കെയാണ്? എത്ര ഹെഡ് നോക്കുക. ഇവിടെ 3 എണ്ണം ഉണ്ട് അല്ലേ. 2 എണ്ണം വരേണ്ടത്. അതിൽ കൂടുതൽ പറഞ്ഞാൽ 3 എണ്ണം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 2 ഹെഡ് വരണതും 3 ഹെഡ് വരണതും അങ്ങനെ 4/8. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 4/8 എഴുതിയാൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 2ഓ അതിൽ കൂടുതലോ എന്ന് പറഞ്ഞതിൽ ഇതിൽ 1 2 3 എണ്ണത്തിൽ 2 എണ്ണം ഉണ്ട് അല്ലേ. ഇത് കൂടി ചേർത്തു. അപ്പോൾ 4 എണ്ണം കേട്ടോ. ക്ലിയർ അല്ലേ? അടുത്തത് അറ്റ്മോസ്റ്റ്. ശ്രദ്ധിച്ചോളണേ. അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ 2 വരെ എന്നാണ് അർത്ഥം. മാക്സിമം 2 എന്നാണ് അർത്ഥം. ഓക്കെ. മലയാളത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നേ.
പരമാവധി എന്ന് പറയാം കേട്ടാ. പരമാവധി 2 ഹെഡ് എന്നാണ് പറയുക. അറ്റ് ദി മോസ്റ്റിൻ്റെ വാക്കാണ്. പരമാവധി 2 ഹെഡ് വരെ. അപ്പോൾ 2 ഹെഡ് വരെ വരാം. അപ്പോൾ ഏതൊക്കെ വരാം നമുക്ക്? 0 ഹെഡ് വരാം, മനസ്സിലായോ? പിന്നെ 1 ഹെഡ് വരാം, 2 ഹെഡ് വരാം. മനസ്സിലാവുന്നുണ്ടോ? 0 ഹെഡ് വരാം, 1 ഹെഡ് വരാം, 2 ഹെഡ് വരാം. അപ്പോൾ 0 ഹെഡ് വരുന്നത് ഏതാണ്? ടെയിൽ വരുന്നത്. മനസ്സിലായോ? 1 ഹെഡ് വരുന്നത് ആരൊക്കെയാ? 1, 2, 3. 2 ഹെഡ് വരുന്നത് എത്രയാ? 1, 2, 3. അങ്ങനെ ടോട്ടല് 7/8 ആണ് ആൻസർ കേട്ടോ. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? പറ്റ് മോസ്റ്റിന്റെ വ്യത്യാസം മനസ്സിലായോ? 2 ഹെഡ് വരെ, അതുവരെ. അറ്റ്മോസ്റ്റ് പറഞ്ഞാൽ പരമാവധി, അതുവരെ, 2 വരെ. അപ്പൊ 0 ഹെഡ്, 1 ഹെഡ്, 2 ഹെഡ്. ഓക്കെ, ക്ലിയർ അല്ല? അറ്റ്ലീസ്റ്റ് അങ്ങനെയല്ല, 2ഓ അതിൽ കൂടുതലോ എന്നാണ് മീനിങ് കേട്ടോ. അറ്റ്ലീസ്റ്റ്, 2ഉം കൂടി മാറരുത്. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, എക്സാക്ട്ലി എന്ന് പറയുമ്പോൾ ഈക്വൽ ടു, അറ്റ്മോസ്റ്റ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കേട്ടോ. അത് അത്രയും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ അതിൽ ഇനി എക്സാക്ട്ലി 1 ഹെഡ് ആണ്, അത് നിങ്ങൾ എഴുതുക. ബാക്കി ഞാൻ പറയുന്നില്ല, എഴുതാമല്ലോ അല്ലേ? എക്സാക്ട്ലി 1 ഹെഡ് വരുന്നത് എത്രയാണ്? 3/8. ദെൻ അടുത്തെന്താ പറഞ്ഞേക്കണേ? അടുത്ത ക്വസ്റ്റ്യൻ എത്രയാണ്? അറ്റ്മോസ്റ്റ് 1 ഹെഡ് ആണ്. അപ്പോൾ 1 ഹെഡ് വരെ. അപ്പോൾ 0 ഹെഡും 1 ഹെഡും 4/8 വരും കേട്ടോ. ദെൻ അറ്റ്ലീസ്റ്റ് 1 ടെയിൽ. അറ്റ്ലീസ്റ്റ് 1 ടെയിലാണ്. പി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ടെയിലാണ്, 1 ടെയിലെങ്കിലും. അപ്പോൾ 1ഓ അതിൽ കൂടുതലോ ടെയിലുകൾ എന്നാണ് കേട്ടോ. 1ഓ അതിൽ കൂടുതലോ ടെയിലാണ്. അപ്പോൾ 1 ടെയിൽ വരുന്നത് എഴുതണം, 2 ടെയിൽ വരുന്നത് എഴുതണം, 3 ടെയിൽ വരുന്നത് എഴുതണം കേട്ടോ. മനസ്സിലായോ? അപ്പോൾ 1 ടെയിൽ വരുന്നത് ഇവിടെ 3 കേസ്, 2 ടെയിൽ വരുന്നത് 3 കേസ്, 3 ടെയിൽ വരുന്നത് 1 കേസ്. അപ്പോൾ അതും 7/8 ആണ് വരിക കേട്ടോ. ഓക്കെ, കുഴപ്പമില്ലല്ലോ? മനസ്സിലാവുന്ന സിമ്പിൾ ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് സ്പീഡ് കൂട്ടിയത്. അടുത്തേക്ക് പോട്ടെ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 1 card is drawn. 1 card is drawn from a deck of 52 cards. From a deck of 52 cards. What is the probability that the card is a diamond, not a diamond, an ace card, black card, ace of spade, റെഡ് കിങ്, ഫേസ് കാർഡ്? ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ക്വസ്റ്റ്യൻ്റെ എണ്ണം കൂട്ടിയതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സാമ്പിൾ സ്പേസ് എഴുതാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ ഫിഗർ മുഴുവൻ ഓർമ്മ വരണേ. സാമ്പിൾ സ്പേസിൽ 52 കാർഡ് ഉണ്ട്. ഓക്കെ, അത് ഞാൻ ആരാന്നൊക്കെ പറയണില്ല കേട്ടോ. ഓരോന്ന് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ഡയമണ്ട്. 1 കാർഡേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ. ഒരൊറ്റ കാർഡ് എടുക്കുന്ന പ്രോബ്ലം ആണേ. അപ്പോൾ എത്ര ഡയമണ്ട് ഉണ്ടായിരുന്നു? ഓർമ്മയുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്? ക്ലാസ് പകുതി എത്തിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഡയമണ്ട് എത്ര ഉണ്ടായിരുന്നു? ഓരോ സ്യൂട്ട് ഉണ്ട് അല്ലേ? അതായത് സ്പേഡ് എന്ന് പറയുന്ന ഒരു സ്യൂട്ട് ഉണ്ട്, ക്ലാവർ അല്ലെങ്കിൽ ക്ലബ്സ് എന്ന് പറയുന്ന ഒരു സ്യൂട്ട് ഉണ്ട്, ഹാർട്ട് എന്ന് പറയുന്ന ഒരു സ്യൂട്ട് ഉണ്ട്, ഡയമണ്ട് എന്നല്ലേ? ഓരോ സ്യൂട്ടിലും 13 പേരാണ്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ ഡയമണ്ട്? 13 പേര് ഇടാ. 13/52, 13 പേരുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര വരും? 13 ടി കളയുമ്പോൾ 1/4 അല്ലേ? 1/4. ക്ലിയർ അല്ലേ? 4, 40, 40, 12. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ ഡയമണ്ട്? ഡയമണ്ട് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ, നോട്ട് എ ഡയമണ്ട്. അപ്പോൾ 1 മൈനസ് ഇറ്റ് ഈസ് ഡയമണ്ട്. മനസ്സിലായോ? 1 മൈനസ് 1/4 ചെയ്താൽ മതി. 4 മൈനസ് 1/4 ഈക്വൽ ടു 3/4. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? അത് ഓർമ്മിച്ചോളണേ. പി ഓഫ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് പി ഓഫ് എ. അതായത് ഡയമണ്ട് വരാനുള്ള പ്രോബബിലിറ്റി 1/4 ആണെങ്കിൽ ഡയമണ്ട് വരാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 മൈനസ് 1/4 ആയിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ? പിന്നെ ടീച്ചർ ഓക്കെ അല്ലേ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, a
എയ്സ് വരാനുള്ള പ്രോബിലിറ്റി. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് എയ്സ്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓരോ ഇൻഡിവിജ്വൽസും 4 വെച്ചിട്ടുണ്ടാവുക കേട്ടോ. ഓരോ ഇൻഡിവിജ്വൽസ് എത്ര വെച്ചിട്ടുണ്ടാവുക? 4 വെച്ചിട്ട് 4/52 കേട്ടോ. ഓക്കെ. അടുത്തത് പി ഓഫ് ബ്ലാക്ക് കാർഡ്. ബ്ലാക്ക് ടോട്ടൽ ബ്ലാക്ക് എത്രയാണ്? എത്ര ബ്ലാക്ക് ഉണ്ടായിരുന്നു? ടോട്ടൽ ഗ്രൂപ്പിനെ 2 ഡിവൈഡ് ചെയ്യുന്നു അല്ലേ? 26 റെഡും 26 ബ്ലാക്കും. അപ്പോൾ 26/52 വെട്ടിക്കളയുമ്പോൾ 1/2. എല്ലാം ക്യാൻസൽ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ചെയ്യണം കേട്ടോ. ഓപ്ഷനിൽ ചിലപ്പോൾ സിംപ്ലിഫൈ ചെയ്ത മോഡലായിരിക്കും. അടുത്തത് പി ഓഫ് ഏസ് ഓഫ് സ്പേഡ്. ഏസ് ഓഫ് സ്പേഡ് ശ്രദ്ധിച്ചോളണേ. സ്പെയ്ഡിലെ ഏസ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ കൺഫ്യൂഷൻ ആകും കേട്ടോ. സ്പെയ്ഡിൽ എത്ര ഏസ് ഉണ്ട്? ഞാൻ പറഞ്ഞിരുന്നു ടോട്ടൽ ഏസ് 4 അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഓരോ സ്യൂട്ടിലും ഓരോ ഏസേ ഉള്ളൂ. സ്പേഡിൽ ഒരു ഏസ്, ഡയമണ്ടിൽ ഒരു ഏസ്, ഹാർട്ടിൽ ഒരു ഏസ്, അതുപോലെ എന്താണ് ക്ലാവറിൽ ഒരു ഏസ്. അങ്ങനെ ഓരോന്നിലും ഓരോ ഏസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏസ് ഓഫ് സ്പേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്പേഡിൻ്റെ ഉള്ളിലെ ഏസ് വരാനുള്ള പ്രോബബിലിറ്റി ഒരു ചാൻസ്. ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 52 കേട്ടോ. 1/52. ക്ലിയർ അല്ലേ? മനസ്സിലായോ? സ്പേഡിൻ്റെ ഉള്ളിൽ ഒരു ഏസേ ഉള്ളൂ. 1/52. അടുത്തത് റെഡ് കിങ്. റെഡ് കിങ്. അപ്പോൾ ടോട്ടൽ 4 കിങ് ഉണ്ട് അല്ലേ? 4 കിങ്, 2 പേര് ബ്ലാക്കും 2 പേര് റെഡും ആണ്. മനസ്സിലായോ? ഹാർട്ടിലൊരു കിങ് റെഡാണ്, ഡയമണ്ടിലൊരു കിങ്ങും റെഡാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 2 കിങ് റെഡാണ് കേട്ടോ. അപ്പോൾ 2/52. അതിനെ വെട്ടിക്കളയുമ്പോൾ 1/26 അല്ലേ? യെസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ റെഡിലെ കിങ് വരെയുള്ള പ്രോബിലിറ്റി എത്രയാണ്? 1/26 ആണ് വരിക കേട്ടോ. ക്ലിയർ ആയോ? ദെൻ എ ഫേസ് കാർഡ്. ലാസ്റ്റ് വൺ ആണ്. ഒരു ഫേസ് കാർഡ് വരാനുള്ള പ്രോബബിലിറ്റി. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ ഫേസ് കാർഡ്? ഞാൻ സിമ്പിളുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് സെലക്ട് ചെയ്തേക്കണേ. ടഫുള്ളതുണ്ട്. തൽക്കാലം ആദ്യം സിമ്പിൾ കേട്ടോ. എത്ര ഫേസ് കാർഡാ? ഇത് മിക്കവരും തെറ്റിക്കൂട്ടാ. നമ്മൾ ഫേസ് കാർഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 13 കാർഡിൽ 10 പേർക്ക് ഫേസ് ഇല്ല, 3 പേർക്കേ ഫേസ് ഉള്ളൂ അല്ലേ? അപ്പോൾ മിക്കവർ ചെയ്യുന്നറിയോ 3/52 എഴുതും. മനസ്സിലായോ? അങ്ങനെയല്ല, ഓരോ സ്യൂട്ടിലും 3 വെച്ചിട്ടുണ്ട്. അങ്ങനെ 12 ഫേസ് കാർഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആൻസർ 12/52 ആണ്. മനസ്സിലായോ? 12 ഫേസ് കാർഡ് ഉണ്ട്. അപ്പോൾ ഫേസ് കാർഡ് വരാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 12/52. അപ്പോൾ നമ്മൾ ഒരു കാർഡ് എടുക്കുന്നതാണ് ഇവിടെ പഠിപ്പിച്ചത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ മുതൽ എന്താണ്, ഒന്നിൽ കൂടുതൽ കാർഡുകൾ എടുക്കുമ്പോൾ, 2 കാർഡ് എടുക്കുമ്പോൾ, അപ്പോൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിലെ കോമ്പിനേഷൻ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ? കുഴപ്പമില്ലല്ലോ, അടുത്തെടുക്കാമല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ. യെസ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും അടുത്ത് എത്തിയിട്ടില്ല കേട്ടോ. ഈ ഒരു ഡൈസിൻ്റെ പ്രോബ്ലം, 2 ഡൈസ് ത്രോ ചെയ്യുന്ന കേട്ടോ. അപ്പം നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ ഒരൊറ്റ കാര്യങ്ങളല്ലേ, ഒരു കാര്യമല്ലേ ടോസ് ചെയ്ത്. ഒരു ഡൈസ് വെച്ചപ്പോൾ സിമ്പിളാണ് 1 2 3 മനസ്സിലാക്കാൻ അല്ലേ. 2 ഡൈസ് ത്രോസ് ചെയ്യുന്ന പ്രോബ്ലം ചോദിക്കുക. ഇത് നമുക്ക് PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഏത് വർഷം എനിക്ക് ഓർമ്മയില്ല. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഈ PSC എക്സാമിന് ഇതുവരെ പഠിപ്പിച്ചതല്ലേ, PSCയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ സെലക്ട് ചെയ്ത് ചെയ്തുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതാണ്. 2 ഡൈസ് ആർ ത്രോൺ. 2 ഡൈസ് എറിയുന്നു. മനസ്സിലാവുന്നുണ്ടോ? 2 ഡൈസ് എറിയുന്നു. അതിൽ എന്താ പറയുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം 5. 2 ഡൈസ് എറിയുമ്പോൾ 2 എണ്ണത്തിൻ്റെ സമ്മ്, 2 ഡൈസിൻ്റെ സമ്മ് പെയറാണ് വരിക അല്ലേ, അത് കൂട്ടുമ്പോൾ 5 വരാനുള്ള പ്രോബബിലിറ്റി എന്തെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സമയമൊന്നുമില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്, നമുക്കതിനെ തന്നിരിക്കുന്ന ഡാറ്റ അല്ലേ, തന്നിരിക്കുന്ന ഡാറ്റ സാമ്പിൾ സ്പേസ് ഒന്ന് എഴുതണം, നല്ലതായിരിക്കും. തൽക്കാലം ഞാൻ ഇതേപോലെ കുറേ ക്വസ്റ്റ്യൻസ് എഴുതുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ആ ഡാറ്റ മുഴുവനൊന്ന് എഴുതാണ് കേട്ടോ. അതായത് ആദ്യത്തേത് 1 വരാം, രണ്ടാമത്തെ 1 1 1 1 2 1 3. തൽക്കാലം ഞാൻ എല്ലാം എഴുതുന്നുണ്ട്. 1 4 1 5 1 6. ഇതേപോലെ 2 1 2 2 2 3 2 4 2 5 2 6. മനസ്സിലാവുന്നുണ്ടല്ലോ?
ആദ്യത്തേത് 1, പിന്നെ ബാക്കിയുള്ളത് മാറും. രണ്ടാമത്തെ 2, ബാക്കിയെല്ലാം മാറും. പിന്നെ 3-1, 3-2 എല്ലാവരും ഇങ്ങനെ എഴുതുന്നത് നല്ലതായിരിക്കും. 3 കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൊണ്ടാണ് ഒരു 5 ക്വസ്റ്റ്യൻ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. 3-4, 3-5, 3-6 എല്ലാവരും ഇങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. 4-1, 4-2, 4-3, 4-4, 4-5, 4-6, 5-1, 5-2, 5-3, 5-4, 5-5, 5-6, 6-1, 6-2, 6-3. നമ്മൾ PSC എക്സാമിന് ഇത്രയും സമയമൊന്നുമില്ല കേട്ടോ എഴുതാനേ. ഞാൻ പിന്നെ ഇതിപ്പോൾ എല്ലാം കൂടിയിട്ട് മനസ്സിലാക്കാൻ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞെന്നുള്ളേ. അപ്പോൾ നിങ്ങളെ എഴുതൊന്നും വേണ്ട, ഒന്ന് ഊഹിച്ച് എഴുതിയാൽ മതിയേ. തെറ്റിയോ? 5-5 ഉണ്ട്, 5-5, 5-6, 6-5, 6-6. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതണം എന്നല്ല ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് പറഞ്ഞേക്കുന്നത്? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം ഓഫ് 5. സം ഓഫ് 5 നോക്കണത് ഇതിൽ നോക്കുക. സം ഓഫ് 5 വരുന്നത് ഏതാ? 1 കൂട്ടുമ്പോൾ എത്ര കിട്ടുക? 2 അല്ലേ? ഇത് 3 കിട്ടും, ഇത് 4 കിട്ടും, 5 അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ചെരിച്ചിട്ടൊരു ലൈനാണ് വരച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞത്, എളുപ്പത്തിന് വേണ്ടി പറഞ്ഞാണ് കേട്ടോ. സം ഓഫ് 5 കിട്ടാനുള്ള പ്രോബിലിറ്റി കണ്ടോ? ഇതിൽ സം ഓഫ് 5 അല്ലേ? 4 1 5, 3 2 കൂടി കൂട്ടുമ്പോൾ 5, 2 3 കൂടി കൂട്ടുമ്പോൾ 5, 1 4 കൂട്ടുമ്പോൾ 5 കേട്ടോ. അപ്പോൾ സം ഓഫ് 5 കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 4 ചാൻസ് അല്ലേ? ഓക്കെ അല്ലേ? 4/36 അല്ലേ? മനസ്സിലായോ? ഇവിടെ എഴുതിയ കാണൂല്ലേ അല്ലേ? കുഴപ്പമില്ലല്ലോ, ഇവിടെ എഴുതിയ കാണില്ലേ? പി ഓഫ് സം ഓഫ് 5, സം 5 കിട്ടാൻ 4/36 കേട്ടോ. ക്ലിയർ ആയോ? വെട്ടിക്കളയുമ്പോൾ 1/9 അല്ലേ? അപ്പോൾ ഓപ്ഷൻ എത്രയാണ്? 1/9 ആണ് ആൻസർ കേട്ടോ. മനസ്സിലായോ? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? പറഞ്ഞത് ക്ലിയർ അല്ലേ? ഇങ്ങനെ ചെരിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സമ്മിൻ്റെ ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഇത് ഒരിക്കൽ ചോദിച്ചാൽ, ഒന്നാമത്തേത് ഇരട്ടസംഖ്യ വരാനുള്ള സാധ്യത എന്ത്? ഒന്നാമത്തേത് ഇരട്ടസംഖ്യ വരണം. ആദ്യത്തേത് ഇരട്ടസംഖ്യ വരാൻ ഈവൻ നമ്പർ വരാനുള്ള സാധ്യത. ആദ്യത്തെ ഇരട്ടസംഖ്യ വരുന്നത് ഇതല്ലേ? ഇതിൽ ഇരട്ടസംഖ്യ ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് എത്ര ഉണ്ട്? 6 എണ്ണം, ശരിയല്ലേ? ഇവിടെ ഇരട്ടസംഖ്യ ഉണ്ട് അല്ലേ? 6 എണ്ണം. ഇവിടെ ആദ്യത്തെ ഇരട്ടസംഖ്യ അല്ലേ? 6 എണ്ണം. അപ്പോൾ ഒന്നാമത്തത് ഇരട്ടസംഖ്യ വരാനുള്ള സാധ്യത എത്രയാ? 6+6+6 അല്ലേ? അങ്ങനെ /36. അപ്പോൾ ആൻസർ 18/36, 1/2. ഓക്കെ അല്ലേ? അതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ്? ഒന്നാമത്തേത് ഇരട്ടസംഖ്യ വരാനുള്ള സാധ്യത എന്താണെന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? നോക്കി പറഞ്ഞാൽ മതി. അപ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ എളുപ്പമായിരിക്കും കേട്ടോ. അതുകൊണ്ട് പറഞ്ഞാണേ, ഒരു ക്വസ്റ്റ്യനല്ലേ നമുക്ക് ചോദിക്കുന്നുള്ളൂ, അപ്പോൾ ഒന്നും ആലോചിച്ച് എഴുതാവുന്നേ ഉള്ളൂ. എക്സാമിന് PSC എക്സാമിന് നമുക്ക് സമയത്തിന് ഭയങ്കര പ്രശ്നമാണോ? ഞാൻ പറഞ്ഞില്ലേ, അതായത് ഞാൻ 2016 എക്സാം എഴുതിയപ്പോൾ ഞാൻ ഓരോ ആൻസർ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടുപിടിച്ച് വരുമ്പോൾ 10 ക്വസ്റ്റ്യൻ ആകുമ്പോഴേക്ക് അരമണിക്കൂർ കഴിഞ്ഞു. മനസ്സിലായോ? അടുത്ത 20 ക്വസ്റ്റ്യനിൽ 1 മണിക്കൂർ കഴിഞ്ഞു. ആകെ 30 ക്വസ്റ്റ്യനൊക്കെ അവസാനം ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ തോന്നുന്നു. 32 ചെയ്തോളൂ കേട്ടോ. അപ്പം അങ്ങനെ ഉണ്ടാവരുത്. ഇതൊന്നൊക്കെ എഴുതി സമയം പോകുന്നതാണ്. എങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ എഴുതാൻ നിവൃത്തിയുള്ളൂ. ഇങ്ങനെ എക്സെട്ര കൊടുത്താൽ മതി. ഓക്കെ, ഇതിന് അടുത്ത ക്വസ്റ്റ്യനെ, സം 11 വരാനുള്ള പ്രോബിലിറ്റി നോക്കി പറഞ്ഞേ. ഏതിലാണ് 11 വരിക? 1 6 കൂടി കൂട്ടുമ്പോൾ 11 വരില്ല അല്ലേ? 2 6 8 അല്ലേ വരുള്ളൂ. 3 6 9 വരുള്ളൂ. 4 6 10, 5 6 11 അല്ലേ? അപ്പോൾ സം 11 വരുന്നത് 2 മാത്രമല്ലേ? മനസ്സിലായോ? സം 11 വരുന്നത് ഏതാണ്? 5 6ഉം 6 5ഉം മാത്രമേ. സമ്മ് വരുന്നൊക്കെ ഇങ്ങനെ ചെരിച്ച് വെട്ടിയാൽ മതി കേട്ടോ. സമ്മ് വരുന്നത് ചെരിച്ച് വെട്ടിയാൽ മതി. അപ്പോൾ ആൻസർ സം 11 വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 2/36. ഓക്കെ അല്ലേ? മനസ്സിലായോ? സം 11 വരാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത്, പ്രോബിലിറ്റി ഓഫ് സം 11 വരുന്നത് 2/36 കേട്ടോ. വെട്ടിക്കളയുക, 1/18 അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, സം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പണി കിട്ടൂടാ. സം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നതാണ് കൂടുതൽ നല്ലത്. അങ്ങനെയൊക്കെ വരുമ്പോഴാ സം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആണേ. 6ൽ കൂടുതണം. സം 6ൽ കൂടുന്നത് ഏതാ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട് കേട്ടോ. ഈക്വൽ ടു കൂടി കൂട്ടാം നമുക്ക്.
അപ്പോൾ ഇതിൽ 1ഉം 5ഉം കൂടി കൂട്ടുമ്പോൾ 6 കിട്ടും അല്ലേ. അപ്പോൾ ഇത് ഇത്രയും കൂട്ടാം. ഇതെല്ലാം 6 വരുന്നതാണ്. 1 2 3 4 5 ബാക്കിയെല്ലാം കൂട്ടാം അല്ലേ. ബാക്കിയെല്ലാം സമ്മ് 6നേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 26/36 കേട്ടോ. ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടു പോട്ടാ. സമയം ഒരുപാട് മിസ്സാവേ. 26/36 പറഞ്ഞ മനസ്സിലായോ? ഈ ഒരു ലൈന് ഞാൻ വരച്ചത് കൂട്ടുമ്പോൾ 1 5 കൂട്ടുമ്പോൾ 6 അല്ലേ, 2 4 കൂട്ടുമ്പോൾ 6 ആണ് അല്ലേ, 3 3 കൂട്ടുമ്പോൾ 6, 4 2 കൂട്ടുമ്പോൾ 6, 5 1 കൂട്ടുമ്പോൾ 6 ആണ് അല്ലേ. അപ്പോൾ അതിന് ശേഷമുള്ളതൊക്കെ അതിനേക്കാൾ കൂടുതൽ സമ്മ് വരുന്നതേ ആയിരിക്കുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ ഉണ്ട് കൂട്ടുന്നു. മനസ്സിലായോ? അപ്പോൾ സമ്മ് ഗ്രേറ്റർ, അല്ലെങ്കിൽ ഇതെല്ലാം ഈ സൈഡിൽ നിന്നുള്ള കൂട്ടിയിട്ട് 1 മൈനസ് ചെയ്താൽ മതി. അത് 1 2 3 4 5 6 7 8 9 10 10 എണ്ണത്തിൽ നിന്ന് 36 10 കുറച്ചാലും മതി, 26 ഇടാ. അങ്ങനെയും ചെയ്യാം. ഓക്കെ, അടുത്തത് 1 ഓഫ് ദ നമ്പർ ഈസ് 3. ഇതിൽ ഏതെങ്കിലും ഒരാൾ 3 വരാനുള്ള പ്രോബബിലിറ്റി, ഈ തന്നിരിക്കുന്നതിൽ ഒരാൾ 3 വരുന്നത്. അപ്പോൾ നമ്മൾ ഏതാണ് 3 വരുന്നത്? ഈ ഒരു റോ മുഴുവൻ 3 വരുന്നുണ്ട് അല്ലേ, 6 എണ്ണം. ഈ ഒരു റോയിൽ മുഴുവൻ 3 വരുന്നുണ്ട്. 6 6 12. ഇത് റിപ്പീറ്റഡ് ആണേ. അപ്പോൾ 12ൽ 1 കുറയ്ക്കുന്നു. അപ്പോൾ എത്ര വരിക? 11 കേട്ടോ. 11/36. മനസ്സിലായോ? 1 2 3 4 5 6 7 8. ഇത് കൂട്ടരുത്, ഓൾറെഡി കൂട്ടിക്കഴിഞ്ഞു. 9 10 11 ഉണ്ട് കേട്ടോ. 11/36. മനസ്സിലായോ? 1 ഓഫ് ദ നമ്പർ ഈസ് 3. മനസ്സിലായോ? അടുത്തത് 1 ഓഫ് ദ നമ്പർ ഈസ് 3 or 4. ഒരു നമ്പർ 3 or 4 ആയിരിക്കണം. ഒരു നമ്പർ 3 or 4 ആയിരിക്കുന്നത് ഏതൊക്കെയാ? അപ്പോൾ ഈ പറഞ്ഞത് 11 ഉണ്ട് അല്ലേ, 3 വരുന്നത്. ഇനി 4 വരുന്നത് നോക്കുക. 4 വരുന്നത് ഇവിടെ ഉണ്ട് അല്ലേ, 1 2. അപ്പോൾ 11 തന്നെ അയച്ചിട്ടുണ്ട്. 12 13. ഇതിന് കൂട്ടാൻ പാടില്ല. 14 15 16. അപ്പോൾ ഇതായി. ഇനി ഈ 4 നോക്കുക. 17 18. ഇത് ഓൾറെഡി എഴുതി. 19 തെറ്റിയല്ലോ. എത്ര വന്ന്? 1 ഓഫ് ദ നമ്പർ ഈസ് 3 or 4. 3 or 4 വരുന്നതെന്ന് പറഞ്ഞാൽ 4 2 കൂടി കൂട്ടുക അല്ലേ. അപ്പോൾ ഇത് എത്ര ഉണ്ട്? 3 വരുന്നത് 6 എണ്ണം. അതിൽ 4 വരുന്നത് ഒരെണ്ണം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ 3 വരുന്നത് 6ഉം 5ഉം 11 എണ്ണം അല്ലേ. ഇനി 4 വരുന്നത് നോക്കുക. 12 13 14 15 16. ഇനി ഇവിടെ 17 18 19 20 21. എന്തോ തെറ്റിയല്ലോ, ഒരു മിനിറ്റ്. 3 columns 6 4 columns. One of the number is 3 or 4. ഒരു മിനിറ്റ്, ചെറിയ ഡൗട്ടായി. 20. ചെറിയ ഡൗട്ടായ, ഒരു മിനിറ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നമ്മുടെ അഡീഷൻ തിയറം വെച്ചിട്ട് യൂസ് ചെയ്യായിരിക്കും നല്ലത്. അതായത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് 3 or 4 എന്നല്ലേ പറഞ്ഞേക്കണേ. പ്രോബബിലിറ്റി ദാറ്റ് 1 ഓഫ് ദി കാർഡ് ഈസ് 3 or 4 എന്നല്ലേ. അപ്പോൾ 3 വരുന്ന പ്രോബബിലിറ്റി 4 വരുന്നത് മൈനസ് 3 ഇൻ്റർസെക്ഷൻ 4 രണ്ടും കൂടി വരുന്നത്. അങ്ങനെയാണ് കുറച്ചാൽ മതി. 3 വരുന്ന നേരത്തെ നമ്മൾ നോക്കിയതാണ് 11/36 ആണ്. 4 വരുന്നതും 11/36 ആണ്. രണ്ടും കൂടി വരുന്നത് 3ഉം 4ഉം 4 3 വരുന്നത് അതിൽ നിന്ന് കുറയ്ക്കുന്നത് എത്രയാണ്? 2/36. അപ്പോൾ അതാണ് നല്ലത് കേട്ടോ. അപ്പോൾ 22 - 2. അപ്പോൾ 20/36 കിട്ടും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ 3 or 4 വരുന്നത്, 1 ഓഫ് ദി കാർഡ് 3 or 4 വരുന്നത് നമുക്ക് അഡീഷൻ തിയറം യൂസ് ചെയ്ത് ചെയ്തു കേട്ടോ. ഇനി എന്താ? സം ഈസ് ഡിവിസിബിൾ ബൈ 3. സം ഈസ് ഡിവിസിബിൾ ബൈ 3. സമ്മ് ചെയ്യുമ്പോൾ ഇത് കുറച്ച് ടഫുള്ള ക്വസ്റ്റൻ ആണേ, മനസ്സിലാക്കിക്കൊള്ളണേ. കുറച്ച് ചിന്തിക്കാനുണ്ട് കേട്ടോ. നമ്മൾ സമ്മ് ചെയ്യുമ്പോൾ ആ കിട്ടുന്ന ആൻസർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. മനസ്സിലായോ? അതായത് 3ന് മൾട്ടിപ്പിൾ ആയിരിക്കണം, അത്രേ ഉള്ളൂ.
മനസ്സിലാവണുണ്ടോ? സമ്മ് ചെയ്യുന്ന കിട്ടുന്ന ആൻസർ 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ സമ്മ് ഡിവിസിബിൾ ബൈ 3 എന്ന് ആരൊക്കെ വരാം? സമ്മ് എന്തൊക്കെ വരാം? സമ്മ് 3 വരുന്നത് വരണം, സമ്മ് 6 വരുന്നത്, സമ്മ് 9 വരുന്നത്, സമ്മ് 12 വരുന്നത്. മനസ്സിലായോ? അതെല്ലാം കൂടി കൂട്ടാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സമ്മ് ഡിവിസിബിൾ ബൈ 3 ഏതൊക്കെ വരാം? സമ്മ് 3 വരുന്നത് ഏതൊക്കെ നേരത്തെ നമ്മൾ നോക്കി? 1 to 2 1. ഇതാണ് സമ്മ് 3 വരുന്നത്, 2 ആൾക്കാരുണ്ട്. ഇനി സമ്മ് 6 വരുന്നത് നമ്മൾ നോക്കി, എത്രയാണ് ഇതല്ലേ? 1 2 3 4 5 6 പേരുണ്ട്. ഇനി സമ്മ് 9 വരുന്നത് ഏതാ? 3 6 4 5 5 4 6 3, അത് 4 പേരുണ്ട്, 6 4. ഇനി സമ്മ് 12 വരുന്നത് ഒരെണ്ണമാണ് സമ്മ് 12 വരുന്നത്. അപ്പോൾ 1 എത്ര ഉണ്ട്? 1 2 3 4 5 5 6 ഇത് 5 എണ്ണമല്ലേ? 1 2 3 4 5 എണ്ണ ഉള്ളൂ കേട്ടോ, സോറി, ഇത് 5 എണ്ണ ഉള്ളേ. അപ്പോൾ 5 5 10 12 എണ്ണം കേട്ടോ. 12 by 36. ഒന്ന് ചിന്തിച്ച് എഴുതിക്കോളൂ കേട്ടോ. എല്ലാം കൂടി ഇങ്ങനെ വരച്ച് കൂളാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ നോക്കിയാൽ മതി. സമ്മ് 3 വരുന്നത് 2 എണ്ണേ ഉള്ളൂ, 1 2 2 1. സമ്മ് 6 വരുന്നത് 1 2 3 4 5 എണ്ണം ഉണ്ട്. സമ്മ് 4 വരുന്നത് സമ്മ് എത്രയാണ്? 9 വരുന്നത് 1 2 3 4 എണ്ണേ ഉള്ളൂ. സമ്മ് 12 വരുന്നത് ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുന്നതാണ് നമ്മുടെ സമ്മ് ഡിവിസിബിൾ ബൈ 3യുടെ ആൻസർ. അപ്പോൾ ഏത് ആൻസർ? 12 by 36 ആണ്. കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ? ദെൻ ഗെറ്റിംഗ് എ ഡബ്ലറ്റ്, അത് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ഗെറ്റിംഗ് എ ഡബ്ലറ്റ് PSC എക്സാമിന് കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ +1 കഴിഞ്ഞ വർഷത്തെ എക്സാമിനും ചോദിച്ചതാണ്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡബ്ലറ്റ്? ഡബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഇത് 2 സെയിം വരുന്ന ആൾക്കാർ, 1 1 2 2 3 3 4 4 5 5, അത് 6 6 by 36, അതായത് 1 by 6 കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദെൻ 2 ക്വസ്റ്റ്യൻ ചെയ്താലോ? കുഴപ്പമുണ്ടോ? പെട്ടെന്ന് എഴുതാൻ പറ്റുന്നേ? ഓക്കെ അല്ലേ? അതുകൂടി ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒരിക്കൽ നമ്മുടെ പണ്ട് ഈ +2 അല്ല ഡിഗ്രി കഴിഞ്ഞപ്പോൾ ആർമിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നേ. അങ്ങനെ ഒരു SSC എക്സാം എഴുതി. അപ്പോൾ എഴുതിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ്. അന്ന് ഞാൻ തെറ്റിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു. പിള്ളേർ പറഞ്ഞു, അയ്യേ മാഷ് തെറ്റിച്ചാണ് എന്നെ കളിയാക്കി. ഓക്കെ, അതായത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ ലീപ്പ് ഇയർ സെലക്ടഡ് അറ്റ് റാൻഡം വിൽ കണ്ടെയ്ൻ 53 സൺഡേ. ഒരു ലീപ്പ് ഇയറിൽ 53 സൺഡേ വരാനുള്ള പ്രോബബിലിറ്റി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് അന്ന് എത്രയാണ്? ഞാൻ അന്ന് മാർക്ക് ചെയ്തത് 53 by 366 അങ്ങനെയൊക്കെ എഴുതിയിട്ട് ഞാൻ തെറ്റിച്ചിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഞാനൊരു ഹൈസ്കൂളിൽ ഇതേപോലെ വർക്ക് ചെയ്യായിരുന്നു ഗസ്റ്റായിട്ട്. അപ്പോൾ അവിടുത്തെ പിള്ളേർ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് പറഞ്ഞു, മാഷ് ഇത് തെറ്റാണ് മാർക്ക് ചെയ്തേക്കണമെന്ന് പറഞ്ഞു. അന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞടാ. ഓക്കെ, 2011 എക്സാം എഴുതി. ഓക്കെ, അപ്പോൾ എഴുതിക്കോളൂ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ലീപ്പ് ഇയറിൽ 53 സൺഡേ വരാനുള്ള പ്രോബബിലിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ് അല്ലേ? ഈ 4 കാലുകൾ കൂടി ചേരുമ്പോഴാണ് അത് ഒരു വർഷത്തിൽ ഒരു ദിവസം എക്സ്ട്രാ വരുന്നത് അല്ലേ? ആ വർഷത്തിലായിരിക്കും ഫെബ്രുവരിയിൽ എന്ത് വരുന്നത്? 29 ഡേയ്സ് വരുന്നത്, ശരിയല്ലേ? ആ വർഷത്തെ വിളിക്കുന്ന പേരാണ് ലീപ്പ് ഇയർ. മനസ്സിലാവണല്ലോ? ലീപ്പ് ഇയറിൽ പ്രത്യേകത 366 ദിവസങ്ങളുണ്ടാവും. 366 ദിവസത്തിൽ 365 കാലം അല്ലേ? അതായത് 52 വീക്ക് ഉണ്ടാവും പ്ലസ് 2 ഡേ. 52 വീക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം 364 വരും കേട്ടോ. അപ്പോൾ 52 വീക്ക് 2 ഡേ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ 52 വീക്കിൽ 52 സൺഡേ മസ്റ്റാണ്. 52 സൺഡേ ഉറപ്പായിട്ടുണ്ടാവും അല്ലേ? അതിൽ ഒരു സൺഡേ 53 ആവാനുള്ള ചാൻസ് ചോദിച്ചാൽ ഈ 52 പേരെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അത് ഓൾറെഡി 52 സൺഡേ ഉണ്ടാവും അവിടെ. മനസ്സിലാവുന്നുണ്ടോ? അവർ നമ്മളിനി നോക്കണ്ട. നമുക്ക് ആ ഒരു സൺഡേ വരാൻ ആരിനെ ഡിപ്പെൻഡ് ചെയ്യണം? ഈ 2 ദിവസത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രോബ്ലം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ 2 ദിവസം ആരായിരിക്കും? ആ 2 ദിവസം ഒന്നുകിൽ സൺഡേ മൺഡേ ആവാൻ ചാൻസ് ഉണ്ട്. മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ ആവാം. വെൻസ്ഡേ തേഴ്സ്ഡേ വരാം.
തേഴ്സ്ഡേ ഫ്രൈഡേ, ഫ്രൈഡേ സാറ്റർഡേ, വീണ്ടും സാറ്റർഡേ സൺഡേ. ഇങ്ങനെ 7 ഓപ്ഷൻസ് ആണുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? 7 ഓപ്ഷൻസ് ആണുള്ളത്. അതിൽ സൺഡേ വരുന്നത്, ഇവിടെ ഒരു സൺഡേ വരുന്നുണ്ട്, ഇവിടെ ഒരു സൺഡേ വരുന്നുണ്ട്. അപ്പോൾ 2/7 ആണ് ആൻസർ കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടോ? സോ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഗെറ്റിംഗ് 53 സൺഡേ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/7. അപ്പോൾ 53 മൺഡേ എന്ന് പറഞ്ഞാലും 2/7 തന്നെയാണ്. 53 ട്യൂസ്ഡേ എന്ത് ചോദിച്ചാലും എത്രയാണ് തന്നെയാണ്? 2/7 തന്നെയാണ് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? അതിന് ഇതേപോലത്തെ ഒരു 2 ക്വസ്റ്റൻ കൂടി ഉണ്ട്. അടുത്ത ഇതാണ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ്, സെയിം കണ്ടീഷനാണ്, ലീപ്പ് ഇയർ തന്നെയാണ്, 53 സൺഡേ ഓർ 53 മൺഡേ വരാനുള്ള ചാൻസ് ആണ് ചോദിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് 53 സൺഡേ ഓർ 53 മൺഡേ വരാനുള്ള പ്രോബബിലിറ്റി. മനസ്സിലായോ? ഓർ വരുമ്പോൾ ഓർക്കുക, ഓർ വരുമ്പോൾ യൂണിയൻ. അപ്പോൾ യൂണിയൻ വരുമ്പോൾ ഓർക്കുക അഡീഷൻ തിയറം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എങ്ങനെ ചെയ്യണം? P(53) സൺഡേ വരാനുള്ള പ്രോബബിലിറ്റി പ്ലസ് 53 മൺഡേ വരാനുള്ള പ്രോബബിലിറ്റി മൈനസ് P(53) സൺഡേ ഇൻ്റർസെക്ഷൻ 53 മൺഡേ. ഇങ്ങനെയാണ് വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നേരത്തെ പറഞ്ഞു സൺഡേ വരാനുള്ള പ്രോബബിലിറ്റി 2/7 ആണ്, മൺഡേ വരാനുള്ള പ്രോബബിലിറ്റി 2/7 ആണ്. മൺഡേയും സൺഡേയും ഒരുമിച്ച് വരുന്നുണ്ട് ഇവിടെ. മനസ്സിലാവുന്നുണ്ടോ? സൺഡേ മൺഡേ ഒരുമിച്ച് വരുന്നില്ലേ? അതൊരെണ്ണല്ലേ, ഒരു ചാൻസ് ഇല്ലേ? അതിനെ കുറയ്ക്കണം കേട്ടോ. അപ്പോൾ ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻ്റ് അല്ല. മനസ്സിലായോ? ഇത് പരസ്പരം ബന്ധപ്പെട്ട ഈവൻ്റ് ആണ്. അപ്പോൾ ഇവിടെ മൺഡേ സൺഡേ ഒരുമിച്ച് വരുന്നുണ്ട്, തൊട്ടടുത്തുള്ള ദിവസങ്ങളല്ലേ. അപ്പോൾ അവിടെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആൻസർ 4/7 - 1/7 3/7 ആണ് കേട്ടോ. ഇതൊക്കെ എക്സാമിന് ചോദിക്കാൻ ചെറിയൊരു ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യനെ. ക്ലിയർ അല്ലേ? ലാസ്റ്റ് ഇതേപോലെ ഈ മൺഡേക്ക് പകരം തൊട്ടടുത്ത ദിവസമല്ലാതെ തൊട്ടപ്പുറത്തെ ഏതെങ്കിലും ദിവസമാണെങ്കിൽ, അതായത് ഇങ്ങനെയാണ് വരുന്നെങ്കിൽ 53 സൺഡേ ഓർ 53 വെനസ്ഡേ, ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അപ്പോൾ അതിൽ ഇൻ്റർസെക്ഷൻ വരുമോ? ഇവർ തമ്മിൽ എന്തെങ്കിലും അടുത്തടുത്ത ദിവസങ്ങളാണോ? അല്ല അല്ലേ, തൊട്ടടുത്ത ദിവസങ്ങളല്ലല്ലോ. അങ്ങനെ വരുമ്പോൾ അത് മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. രണ്ടും കൂടി ഒരുമിച്ച് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ ലാസ്റ്റ് പ്രോബബിലിറ്റി ഇല്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ തമ്മിൽ സമ്മ് മാത്രമേ വരുള്ളൂ. 2/7 പ്ലസ് 2/7 മൈനസ് 0 എന്നാണ് വരിക. 4/7 ആണ് ആൻസർ കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഇനി നമ്മൾ 2 ഈവൻറ്റുകളെ കോമ്പിനേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലമാണ് കേട്ടോ. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതല്ലേ നല്ലത്? കുറച്ച് അത്യാവശ്യം 9:38 ആയില്ലേ, 1 മണിക്കൂർ 1.5 മണിക്കൂറായി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്ന കുറച്ച് പെട്ടെന്നുള്ള ക്ലാസ്സായിരുന്നു. അങ്ങനെ വലിയ പ്രിപ്പറേഷനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ എനിക്ക് ഏത് ക്വസ്റ്റ്യൻ എടുക്കണമെന്ന് ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നേ. കാരണം ഒരുപാട് പഠിപ്പിക്കാനുണ്ടെന്നേ. ഞാൻ ഒരു പ്രോബബിലിറ്റിന്ന് ജസ്റ്റ് തുടങ്ങുമ്പോൾ ഈ പ്രോബബിലിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്നൊന്നും തീരില്ല. ഒരുപാട് ഇനിയിപ്പോൾ നമ്മൾ NCR വരുന്നത്, അതായത് 3 പേരടങ്ങുന്ന കമ്മിറ്റി, 3 വുമൻസ് 4 ജെൻഡൊക്കെ ഉള്ള കമ്മിറ്റിയിൽ നിന്ന് ഒരു എന്താ പറയുക ആണിനെ തിരഞ്ഞെടുക്കണം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്നതാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാർഡ് എടുക്കുന്നതല്ലേ പറഞ്ഞേ, ഒരു 52 കാർഡിൽ നിന്ന് 7 കാർഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റി ചോദിക്കും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷനായി പോകാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാവേ. മാക്സിമം ഞാനിങ്ങനെ ക്ലാസ് എടുത്താൽ മാത്രം പോരാ, അത് എനിക്ക് തന്നെ തോന്നി. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നേ. അപ്പോൾ നിങ്ങളും സ്വയം നോക്കണം. അപ്പോൾ ചെയ്യേണ്ടത് ഈ പ്രോബബിലിറ്റിയുടെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള +1 ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. അതിൽ +1 മൊത്തം പഠിച്ചു തീർക്കുക. അതിലെല്ലാ പ്രോബ്ലം അത്രയും അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി എടുക്കാനുണ്ട്, നമ്മുടെ NCR വെച്ചിട്ടുള്ള പ്രോബ്ലം, അതായത് കോമ്പിനേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അതുകൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് +1 കംപ്ലീറ്റ് ആവും, ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവും. +2ലാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി വരുന്നത്. ക്ലിയർ? അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി വന്നു കഴിഞ്ഞാൽ ബേസ് തിയറി ഒക്കെ ഉണ്ട്, പിന്നെ ഇൻഡിപെൻഡൻ്റ് ഈവൻറ്റ് വരുന്ന ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പോൾ അത്രയും കഴിഞ്ഞാലേ നമുക്ക് പ്രോബബിലിറ്റിയുടെ സ്റ്റാർട്ടിങ് ആവണേ ഉള്ളൂ കേട്ടോ. ഇനി കഴിഞ്ഞിട്ട് വേണം എന്തെങ്കിലും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകാൻ. അവിടെ നമ്മൾ എന്താണ് മെയിൻ മീഡിയം മോഡ് അങ്ങനെ
പറഞ്ഞ് നമുക്ക് അങ്ങനെ പോകേണ്ടി വരും. അതായത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ കുറേ കാര്യങ്ങളുണ്ട്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ ഒരുപാട് വലിയ സാധനമാണ്, അത്യാവശ്യം ഉണ്ട് കേട്ടോ വർക്ക് ചെയ്യാനേ. അപ്പോൾ നമ്മൾ ചുമ്മാ അങ്ങനെ മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല, നിങ്ങളും കൂടി നോക്കുക. +1 സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുക, നമ്മുടെ +2 +1 മാത്സിൻ്റെ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഡിഗ്രി ബുക്കിലേക്ക് പോവാം. അതാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്താണ് ഈ ഒരു സെക്ഷൻ NCR ഒന്നിൽ കൂടുതൽ ഈവൻറ്റുകൾ നമ്മൾ സെലക്ട് ചെയ്യാൻ പോലുള്ള പ്രോബിലിറ്റീസ് നോക്കാം. എന്നിട്ട് ഇതിൽ തന്നെ റിപ്പീറ്റ് ചെയ്താൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു. ബൈ ബൈ. ഓക്കെ അല്ലേ?